നമസ്കാരം. എല്ലാവർക്കും അലിഗ്രോ മാത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഏജുമായിട്ട് ബന്ധപ്പെട്ട വയസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ 4ാമത്തെ ക്ലാസ് ആണ്. അതായത് വയസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ അവസാനത്തെ ക്ലാസ് ആണ്. അപ്പൊ കഴിഞ്ഞ ഒരു 1, 2, 3 ഭാഗങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഏജുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന കുറെ ടൈപ്പുകളെ നമ്മൾ കുറെ ടൈപ്പുകളായിട്ട് കൺവേർട്ട് ചെയ്ത് അതിനെ കുറച്ച് ടൈപ്പ് മോഡൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. വയസ്സുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് മോഡൽസ് ആയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എളുപ്പ വഴികളൊക്കെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൂടുതലും ഓപ്ഷനിൽ നിന്നൊക്കെ നിന്നുകൊണ്ട് നമ്മൾ ചെയ്ത് എഴുതുന്ന ഒരു മോഡൽസ് അല്ലെങ്കിൽ ഓപ്ഷനിൽ നിന്നുകൊണ്ട് തിരിച്ച് നമുക്ക് എങ്ങനെ ആൻസറിലോട്ട് എത്താം എന്ന് പറയുന്ന കുറച്ച് മോഡൽസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് മോഡൽസ് ആയിട്ട് കുറച്ച് ടൈപ്പുകളായിട്ട് അതിന്റെ എളുപ്പ വഴികളാണ് പറഞ്ഞു പോയത്. ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതൽ എല്ലാമെന്ന് ഞാൻ പറയുന്നില്ല, കൂടുതൽ നമ്മൾ ചെയ്യുക ഓപ്ഷനിൽ നിന്ന് നമുക്ക് ആൻസറിലോട്ട് എത്താം എന്നുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ ഡിസ്കസ് ചെയ്യും. ഇനി കുറച്ച് വെറൈറ്റി ആയിട്ട് വന്ന PSC പരീക്ഷ കുറെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ പരിശോധിക്കുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ വേറെ ഇങ്ങനെ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നാമത്തെ ചോദ്യം ഇത് 2024 കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിലൊക്കെ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. OA എക്സാമിന് വന്ന ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം അജയന്റെ പ്രായം വിജയന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകും. എങ്കിൽ വിജയന്റെ വയസ്സ് എത്ര? ഓക്കെ അല്ലേ? അപ്പൊ ഒന്നും കൂടെ നമ്മൾ ഈ ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എഴുതുന്ന ചോദ്യങ്ങൾ നമ്മൾ ആദ്യം ആ ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ എന്താണെന്നുള്ള കാര്യം നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷനിൽ തിരിച്ച് ചിന്തിച്ച് ആ കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലോട്ട് എത്താൻ പറ്റും. അപ്പൊ ഒന്നും കൂടെ നമുക്ക് ചോദ്യം വായിച്ചു വരാം. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. ഇനി അടുത്ത വർഷമാകുമ്പോൾ അജയന്റെ പ്രായം വിജയന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ വിജയന്റെ വയസ്സ് എത്ര? അപ്പോ നമ്മൾ ഈ ഓപ്ഷനിൽ നമ്മൾ ചിന്തിച്ചെഴുതുമ്പോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ചോദിച്ചിട്ടുള്ളത് എന്ന കാര്യം. അപ്പൊ ഒന്നും കൂടെ ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള കാര്യം എന്താണ്? വിജയന്റെ വയസ്സ്. അതാണ് ഞാൻ അവിടെ റൗണ്ട് ഇട്ടത്. വിജയന്റെ വയസ്സ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്നും കൂടെ വിജയന്റെ വയസ്സ് എത്ര? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തന്നിട്ടുള്ള 4 ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വിജയന്റെ വയസ്സിനെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ ആണോ? അപ്പൊ വിജയന്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ 5 ആകാം, വിജയന്റെ വയസ്സ് ചിലപ്പോ 12 ആകാം, വിജയന്റെ വയസ്സ് ചിലപ്പോ 9 ആകാം, വിജയന്റെ വയസ്സ് ചിലപ്പോ 7 ആകാം. അപ്പൊ ഒന്നും കൂടെ ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ചോദ്യത്തിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? വിജയന്റെ വയസ്സ് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ഈ ഓപ്ഷനുമായിട്ടൊന്ന് മാപ്പ് ചെയ്യാം. വിജയന്റെ വയസ്സാണ് ഈ തന്നിട്ടുള്ള 4 ഓപ്ഷൻസ്. ഓക്കെ ആണോ? അപ്പോ വിജയന്റെ വയസ്സാണ് ചിലപ്പോ 5 ആവാം, അല്ലെങ്കിൽ വിജയന്റെ വയസ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ 12 ആവും. ഈ പറഞ്ഞ വിജയന്റെ വയസ്സ് ചിലപ്പോ 9 ആകും, ഈ വിജയന്റെ വയസ്സ് ചിലപ്പോൾ 7 ആകും. ഓക്കെ ആണോ? ഒന്നും കൂടെ ചോദ്യം എന്താണെന്ന് നോക്കണം. എന്താണ് ചോദിച്ചിട്ടുള്ളത്? വിജയന്റെ വയസ്സ് എത്ര? വിജയന്റെ വയസ്സ് ഈ തന്നിട്ടുള്ള 4 ഓപ്ഷനിൽ ഏതോ. ഓക്കെ അല്ലേ? ശരി. അപ്പൊ നമുക്ക് ഇവിടെ അജയനും വിജയനും. ശരി. വിജയന്റെ വയസ്സ് എത്ര എന്നാണ്? വിജയന്റെ വയസ്സ് ഞാൻ 5 എന്ന് പറഞ്ഞെടുക്കുകയാണ്. ഓക്കെ ആണോ? അപ്പൊ വിജയന്റെ വയസ്സ് എത്ര ഞാൻ എടുത്തതെന്നാണ്? വിജയന്റെ വയസ്സ് 5 ആയിട്ട് എടുത്തു. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നേന്ന് നമുക്ക് വായിച്ചു വരാം. അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതൽ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വിജയൻ 5 ആണെങ്കിൽ അജയന്റെ വയസ്സ് എത്രയായിരിക്കും? 10 കൂടുതലാണെങ്കിൽ 15 വയസ്സായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നും കൂടെ അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതൽ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വിജയന്റെ വയസ്സ് ഞാൻ 5 ആയിട്ട് എടുത്താൽ, ഓപ്ഷൻ എയിലുള്ള 5 ആയിട്ട് എടുത്താൽ അജയന്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കണം? 15 വയസ്സായിരിക്കണം. ആണേ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? അടുത്ത വർഷമാകുമ്പോൾ അജയന്റെ വയസ്സ് വിജയന്റെ വയസ്സിന്റെ ഇരട്ടിയാകും എന്നാ പറഞ്ഞിരിക്കുന്നത്. അടുത്ത വർഷം ആകുമ്പോൾ 15 വയസ്സുള്ള അജയന്റെ പ്രായം 16 വയസ്സുള്ള അജയനായിട്ട് മാറും.
ഇപ്പൊ വിജയൻ ഇപ്പൊ 5 വയസ്സാണെങ്കിൽ അടുത്ത വർഷം ആകുമ്പോ 6 വയസ്സുള്ള വിജയനാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അടുത്ത വർഷം ആകുമ്പോ അജയന്റെ പ്രായം വിജയന്റെ പ്രായത്തിന്റെ ഇരട്ടിയാവുന്നില്ല. ഈ അജയൻ വിജയന്റെ ഇരട്ടിയാകുന്നല്ലേ? അജയന്റെ പ്രായം വിജയന്റെ ഇരട്ടിയാകുന്നു. ഇരട്ടിയായ 6ന്റെ ഇരട്ടി 12 വരേണ്ടത്. ഉറപ്പിക്കാം നമ്മുടെ ആൻസർ എന്തല്ല, 5 അല്ല. അതായത് വിജയന്റെ പ്രായം എന്ന് പറഞ്ഞാൽ എന്തല്ല, 5 അല്ല. ഓക്കെ ആണോ? രണ്ടാമത്തത് വീണ്ടും അജയനും ഉണ്ട് വിജയനും ഉണ്ട്. വിജയന്റെ വയസ്സ് എത്രയാണ്? വിജയന്റെ വയസ്സ് 12 ആണെങ്കിൽ നമ്മുടെ ചോദ്യം അനുസരിച്ച് അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതൽ എന്നല്ലേ? വിജയൻ 12 ആണെങ്കിൽ അജയൻ 10 കൂടുതൽ, അതായത് 22 ആയിരിക്കും. വീണ്ടും അടുത്ത വർഷം ആവുമ്പോ അജയന്റെ പ്രായം വിജയന്റെ പ്രായത്തിന്റെ ഇരട്ടിയാവുന്നല്ലേ? അടുത്ത വർഷം ആവുമ്പോ 22 വയസ്സുള്ള അജയൻ 23 വയസ്സുള്ള അജയനാണ്. അടുത്ത വർഷം ആവുമ്പോ 12 വയസ്സുള്ള വിജയൻ 13 വയസ്സുള്ള വിജയനാണ്. ഇത് ഇരട്ടിയാകുന്നല്ലേ പറഞ്ഞ്? 13ന്റെ ഇരട്ടി എത്രയാണ്? 26 അല്ലേ? 23 ഇരട്ടിയാണോ? ഇരട്ടിയല്ല. കണ്ടീഷൻ ഓക്കെ അല്ല. അപ്പൊ നമുക്ക് പറയാം എന്തല്ല, നമ്മുടെ ആൻസർ 12 അല്ല. ഇനി അപ്പോ വിജയന്റെ വയസ്സ് എത്രയാണെന്നല്ലേ? അപ്പൊ അജയനും ഉണ്ട് വിജയനും ഉണ്ട്. വിജയന്റെ വയസ്സ് 9 ആണെന്ന് വെച്ചു. വിജയന്റെ വയസ്സ് 9 ആണ്. ഓക്കെ അല്ലേ? 9 ആണ്. അജയന് വിജയനേക്കാളിലും 10 വയസ്സ് കൂടുതൽ എന്നല്ലേ പറഞ്ഞിരിക്കുന്നേ? അതായത് അജയന്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ വിജയനേക്കാളിലും 10 കൂടുതൽ 19 ആയിരിക്കും. ഇനി അടുത്ത വർഷം ആവുമ്പോ അജയന്റെ പ്രായം വിജയന്റെ പ്രായത്തിന്റെ ഇരട്ടി. അടുത്ത വർഷം ആവുമ്പോ അജയന്റെ പ്രായം, അതായത് അജയന്റെ പ്രായം എന്ന് പറഞ്ഞാൽ 19 വയസ്സുള്ള അജയൻ 20 വയസ്സുള്ള അജയനാണ്. അടുത്ത വർഷം ആവുമ്പോ വിജയന്റെ പ്രായം മാറാതിരിക്കില്ല. 9 വയസ്സുള്ള വിജയൻ എത്രയായിട്ട് മാറും? 10 വയസ്സുള്ള വിജയനായിട്ട് മാറും. അടുത്ത വർഷം ആവുമ്പോ അജയന്റെ പ്രായം വിജയന്റെ പ്രായത്തിന്റെ ഇരട്ടിയായി അല്ലെ? അടുത്ത വർഷം ആയപ്പോ 10 വയസ്സുള്ള അജയനും 20 വയസ്സുള്ള അല്ലെ? 10 വയസ്സുള്ള വിജയനും 20 വയസ്സുള്ള അല്ലെ? അടുത്ത വർഷം ആയപ്പോ അജയന്റെ പ്രായം വിജയന്റെ പ്രായത്തിന്റെ ഇരട്ടി വന്നത് കണ്ടോ? നമ്മുടെ രണ്ട് കണ്ടീഷൻസും ഓക്കെയാണ്. ഉറപ്പിക്കാം നമ്മുടെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ സി 9 ആയിരിക്കും. അപ്പോ ഈ ഒരു ക്രമത്തിലാണ് നമ്മൾ ഓപ്ഷനിൽ നിന്നുകൊണ്ട് തിരിച്ച് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഓപ്ഷനിൽ നിന്നുകൊണ്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ചോദിച്ചിട്ടുള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കണം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? വിജയന്റെ പ്രായം എത്ര എന്നാണ്. അപ്പൊ ഈ തന്നിട്ടുള്ള ഓപ്ഷൻസ് വിജയന്റെ പ്രായമാണ്. അപ്പൊ നമ്മൾ വിജയന്റെ പ്രായമായിട്ട് ഓരോന്ന് കണക്കാക്കി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് കിട്ടിയ ഓപ്ഷൻ സി ആണ്. നമ്മുടെ ആൻസർ 9 എന്ന് പറയാം. 9. ഇത് അത്യാവശ്യം ഈ ഒരു മോഡൽ ചോദ്യം പേര് മാറ്റി തന്നെ ഈ വർഷം ഒരു 3-4 പരീക്ഷകൾക്ക് വന്നു. പേര് മാറ്റി സെയിം കണ്ടീഷൻ 9 എന്നുള്ള ആൻസർ കിട്ടുന്ന സെയിം കണ്ടീഷൻ തന്നിട്ടുണ്ട്. നമ്മൾ കുറെ പ്രിലിംസ് പരീക്ഷ കാണുന്നു. അതിലൊരു 3-4 എക്സാംസിന് ഉറപ്പായിട്ട് വന്നതാണ്. ഓക്കെ അല്ലേ? ഇതിനുശേഷം കേട്ടോ ഈ പറഞ്ഞ അജയൻ വിജയൻ എന്നുള്ള പേരിന് ശേഷം, അതായത് കഴിഞ്ഞ 2024 രണ്ടാമത്തെ പകുതിയിൽ അവസാനത്തെ 6 മാസത്തിൽ ഒരു 3 പരീക്ഷ ഉറപ്പായിട്ടൊരു 3 പരീക്ഷയ്ക്കെങ്കിലും സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാം. അടുത്ത ചോദ്യം. ഓക്കെ, നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്: 10 വർഷം മുമ്പ് അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ 4 മടങ്ങായിരുന്നു. ഇപ്പോൾ മകന്റെ പ്രായം 24 വയസ്സാണെങ്കിൽ അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ്? 2024 10th പ്രിലിംസ് എക്സാമിന് ഒന്നാണ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ശരി, നമ്മൾ തൊട്ട് മുന്നത്തെ ചോദ്യം ചെയ്തതുപോലെ ഓപ്ഷനിൽ നിന്നുകൊണ്ട് നമുക്ക് തിരിച്ച് ചിന്തിച്ചു നോക്കാം. ഓക്കെ അല്ലേ? ശരി, അപ്പൊ ഞാൻ പറഞ്ഞു ഓപ്ഷനിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ഏതൊരു ചോദ്യമായിരുന്നാലും നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം നോക്കണം. എന്താ ചോദിച്ചിട്ടുള്ളത് എങ്കിൽ അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ തന്നിട്ടുള്ള 4 ഓപ്ഷനിലുള്ളതാണ്. അതിൽ ഏതോ ഒന്നാണ് അച്ഛന്റെ പ്രായം. അപ്പൊ ഒന്നും കൂടെ ചോദ്യം എന്താണ്? അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം ചിലപ്പോ 56 ആയിരിക്കാം. അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം ചിലപ്പോ 66 ആയിരിക്കും. അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം ചിലപ്പോ 65 ആയിരിക്കും. അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം ചിലപ്പോ 58 ആയിരിക്കും. ഓക്കെ ആണോ? നന്നായിട്ട് മനസ്സിലാക്കണേ. ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കി. അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം, അപ്പൊ ഫാദർ ഉണ്ട്, സൺ ഉണ്ട്. അപ്പൊ അച്ഛന്റെ ഫാദറും ഉണ്ട്, സണ്ണും ഉണ്ട്. അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം 56 ആണെന്ന് വെച്ചു. ഇനി നമ്മുടെ ചോദ്യം, 10 വർഷം മുമ്പ് അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ 4 മടങ്ങായിരുന്നു നിന്നോട്ടെ. ഇപ്പോ മകന്റെ പ്രായം 24. അപ്പോ ഇപ്പോ ഉള്ള മകന്റെ പ്രായം 24.
അപ്പൊ ഒന്നും കൂടെ അച്ഛന്റെ പ്രായം എത്ര എന്നാണ്? അച്ഛന്റെ പ്രായത്തിന് ഞാൻ 56 എന്ന് പറഞ്ഞെടുത്തു. മകന്റെ ഇപ്പോഴത്തെ പ്രായം തന്നിട്ടുണ്ട്, അത് 24ആണ്. മകന്റെ ഇപ്പോഴത്തെ പ്രായം 24 തന്നിട്ടുണ്ട് ആണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 10 വർഷം മുമ്പ് അച്ഛൻ ഇപ്പൊ 56 ആണെങ്കിൽ 10 വർഷത്തിന് മുമ്പ് 46 ആയിരുന്നു. ഇനി 10 വർഷത്തിന് മുമ്പ് 24 വയസ്സുള്ള ഇവൻ എത്രയായിരുന്നു? 14 വയസ്സുള്ള മകനായിരുന്നു. 14 വയസ്സുള്ള മകനായിരുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? 10 വർഷം മുമ്പ് അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ 4 മടങ്ങ് ആയിരുന്നു എന്നാണ്. ഈ 14ന്റെ 4 മടങ്ങാണോ? 14ന്റെ 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ 56ആണ്. 56. അപ്പൊ 10 വർഷത്തിന് മുമ്പ് 4 മടങ്ങ് ആയിരുന്നു. 10 വർഷത്തിന് മുമ്പ് 4 മടങ്ങ് ആയിരുന്നു. ഇല്ല 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 ഇല്ല. അപ്പൊ നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഓക്കെ അല്ല. നമ്മുടെ ആൻസർ എന്തല്ല? 56 അല്ല. വീണ്ടും അച്ഛനും ഉണ്ട് മകനും ഉണ്ട്. അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം 66 ആണെന്ന് വെച്ചു. ഇനി മകന്റെ പ്രായം എത്ര തന്നിട്ടുണ്ട്? 24 തന്നിട്ടുണ്ട്. 10 വർഷത്തിന് മുമ്പേ അച്ഛന്റെ പ്രായം 56 ആയിരിക്കും. 10 വർഷത്തിന് മുമ്പേ ഇവന്റെ പ്രായം മകന്റെ പ്രായം 14 ആയിരിക്കും. പറ, 10 വർഷത്തിന് മുമ്പ് അത് 4 മടങ്ങായിരുന്നു എന്നല്ലേ? അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ 4 മടങ്ങ്. ഇപ്പൊ പറഞ്ഞു വെച്ചതേ ഉള്ളൂ. 14ന്റെ 4 മടങ്ങാണെന്ത്? 56 അല്ലെ? 14 × 4 ചെയ്യുമ്പോഴാണെന്ത്? 4 മടങ്ങാണെന്ത്? 56. കണ്ടീഷൻ ഓക്കെയാണ്. ഉറപ്പിക്കാം. അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 66 ആയിരിക്കും. 66. മനസ്സിലായ? അപ്പോ നമ്മൾ ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഓപ്ഷനിൽ നിന്നുകൊണ്ടാണോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ചോദ്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഓപ്ഷനിൽ നിന്നുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഓപ്ഷനിൽ നിന്നുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാണ് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ടത് എന്താണ് ചോദ്യം. ചോദ്യം എന്താണ്? അച്ഛന്റെ പ്രായത്തെ, അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായത്തിന് ഞാൻ ആദ്യം 56 എടുത്ത് ഇട്ടുകൊടുത്ത് നോക്കി, കിട്ടിയില്ല. അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം ഞാൻ 66 എന്ന് പറഞ്ഞ് ഇട്ടുകൊടുത്തു. മകന്റെ പ്രായം ഇപ്പോഴത്തെ പ്രായം തന്നിട്ടുണ്ട് 24 ആണ്. 24 തന്നിട്ടുണ്ട്. ഇനി പറ, 10 വർഷത്തിന് മുമ്പേയുള്ള അച്ഛന്റെ പ്രായം 10 വർഷത്തിന് മുമ്പേ അല്ലെ? ഒരാൾക്ക് മാത്രം 10 വർഷത്തിന് മുമ്പേ വയസ്സ് കുറയില്ല. മകന്റെ പ്രായം 14. 14ന്റെ 4 മടങ്ങാണ് 56. ഉറപ്പിച്ചു. നമ്മുടെ ആൻസർ 66. കണ്ടോ? ഓക്കെ അല്ലേ? ചോദ്യം. അപ്പോ ഈ വർഷം വന്ന 10th പ്രിലിംസ് എക്സാമിന് വന്ന ഒരു ചോദ്യമാണ്, വയസ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. 2025 10th പ്രിലിംസ് വന്ന ക്വസ്റ്റ്യനാണ്. ശരി, പറഞ്ഞു നോക്കാം. 5 വർഷം മുമ്പ് സാബുവിന്റെ വയസ്സ് ഷീലയുടെ വയസ്സിന്റെ 3 മടങ്ങായിരുന്നു. ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. എങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ശരി, അപ്പൊ നമുക്ക് പറഞ്ഞു വരാം. 5 വർഷം മുമ്പ് സാബുവിന്റെ വയസ്സ് ഷീലയുടെ വയസ്സിന്റെ 3 മടങ്ങായിരുന്നു. ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. എങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ്. അപ്പൊ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിലുള്ളത് ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സാണ്. ഈ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന 4. ഓക്കെ അല്ലേ? അപ്പൊ ഷീലയാണ്. ഷീലയും സാബു 2 ദിവസമല്ലേ? അപ്പോ ഷീലയും സാബു ഉണ്ട്. ശരി, പറഞ്ഞു വരാം. ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് 10 ആണെന്ന് വെച്ചു. ഇനി 5 വർഷം മുമ്പ് സാബുവിന്റെ വയസ്സ് ഷീലയുടെ വയസ്സിന്റെ 3 മടങ്ങായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതൽ എന്നല്ലേ പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മുടെ മനസ്സിൽ വ്യക്തമായിട്ടൊരു ധാരണ വേണം. ഇപ്പോ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതൽ എന്നാണ്. അപ്പൊ ഷീല 10 ആണെങ്കിൽ സാബു 22 ആയിരിക്കും അല്ലേ? 12 വയസ്സ് കൂടുതൽ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്നും കൂടെ നമ്മുടെ ചോദ്യം ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? ഞാൻ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് 10 എന്ന് പറഞ്ഞെടുത്തു. ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് 10. അങ്ങനെയാണെങ്കിൽ നമ്മളെ ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സാബുവിന് ഷീലയെക്കാട്ടിലും 12 വയസ്സ് കൂടുതൽ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഷീല 10 ആണെങ്കിൽ സാബു 22 ആയിരിക്കും. ഇനി എന്താ പറയുന്നത്? ആദ്യത്തെ കണ്ടീഷൻ. 5 വർഷം മുമ്പ് ഷീലയുടെ പ്രായം ഇപ്പൊ 10 വയസ്സുണ്ടെങ്കിൽ 5 വയസ്സ്. 5 വർഷം മുമ്പ് സാബുവിന്റെ പ്രായം 22 5 കുറയ്ക്കുമ്പോൾ 17 എന്ന് പറയും. എന്താ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്? 5 വർഷം മുമ്പ് സാബുവിന്റെ വയസ്സ് ഷീലയുടെ വയസ്സിന്റെ 3 മടങ്ങാണോ? 3 മടങ്ങായ? ഇല്ല. 5ന്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 15 ആണ്. ഇല്ല, ഇതൊന്നും അല്ല നമ്മുടെ കണ്ടീഷൻ. അപ്പൊ എന്തല്ല? നമ്മുടെ ആൻസർ ഓപ്ഷൻ എ അല്ല. വീണ്ടും ഷീലയുണ്ട്, സാബുവുണ്ട്. ഷീലയുടെ വയസ്സ് എത്രയാണ്? ഷീലയുടെ വയസ്സ് 7 ആണെന്ന് വെച്ചോ. ഇനി പറഞ്ഞിട്ടുണ്ട് സാബുവിന് ഷീലയെക്കാളിലും 12 വയസ്സ് കൂടുതലാണ്.
സാബുവിന് ഷീലയെക്കാളിലും 12 വയസ്സ് കൂടുതലാണ്. 7ഉം 12ഉം കൂടെ കൂട്ടുമ്പോൾ 7ഉം 12ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 19 എന്ന് പറഞ്ഞിട്ട് 19. ഓക്കെ അല്ലേ? അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ സെന്റൻസിൽ 5 വർഷം മുമ്പ് ഷീലയുടെ പ്രായം 2. 5 വർഷം മുമ്പ് സാബുവിന്റെ പ്രായം 5 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 14 കിട്ടും. 5 വർഷം മുമ്പ് എന്താ സംഭവിക്കുന്നത്? 3 മടങ്ങ്. 2ന്റെ 3 മടങ്ങാണോ? അല്ല. അപ്പൊ എന്തായാലും അല്ല. നമ്മുടെ ആൻസർ എന്തല്ല? 7 അല്ല. വീണ്ടും ഷീലയും ഉണ്ട്, സാബുവും ഉണ്ട്. വീണ്ടും ഷീലയുണ്ട്, സാബുവും ഉണ്ട്. ഷീലയുടെ വയസ്സ് എത്ര എന്നാണ്? 8 എന്ന് പറയുന്നത്. ഷീലയുടെ വയസ്സ് 8 ആണെന്ന് വെച്ചു. ഷീലയുടെ വയസ്സ് 8 ആണെന്ന് വെച്ചു. സാബുവിന് ഷീലയെക്കാളും 12 വയസ്സ് കൂടുതൽ എന്നല്ലേ? 12 വയസ്സ് കൂടുതൽ എന്നല്ലേ? 12 വയസ്സ് 8ന്റെ കൂടെ 12 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 20 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ അല്ലേ? 5 വർഷം മുമ്പ് ഷീലയുടെ പ്രായം 3. 5 വർഷം മുമ്പ് സാബുവിന്റെ പ്രായം 15. 5 വർഷം മുമ്പ് സാബുവിന്റെ വയസ്സ് ഷീലയുടെ വയസ്സിന്റെ 3 മടങ്ങാവുന്നല്ലേ പറഞ്ഞു? ഇതിന്റെ 3 മടങ്ങാണോ? സാബുവിന്റെ പ്രായം ഷീലയുടെ 3 മടങ്ങാവും. 9 വർണ്ണമായിരുന്നു. ഇല്ല, അല്ല. അപ്പൊ എന്തുമല്ല? നമ്മുടെ ആൻസർ 8ഉം അല്ല. ഇനി പരീക്ഷ ഹോളിലിരിക്കുമ്പോ ഇത് 3ഉം കിട്ടിയില്ല. ഉറപ്പിക്കാൻ നമ്മുടെ ആൻസർ ഏതായിരിക്കും? 4 ആയിരിക്കും. 4ാമത്തെ ഓപ്ഷൻ ആയിരിക്കും. നമുക്ക് ചെയ്തു നോക്കാം. വീണ്ടും ഷീലയും ഉണ്ട്, സാബുവും ഉണ്ട്. ഷീലയുടെ പ്രായം എത്രയാണ്? ഷീലയുടെ പ്രായം 11 വെച്ചു. സാബുവിന് ഷീലയേക്കാൾ എത്ര വയസ്സ് കൂടുതൽ? സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതൽ എന്നാ പറഞ്ഞിരിക്കുന്നത്. 11ന്റെ കൂടെ 12 കൂട്ടുമ്പോൾ നമുക്ക് 23 കിട്ടും. അപ്പൊ ഷീല 11ഉം സാബു 23ഉമാണ്. 5 വർഷം മുമ്പ് ഷീലയുടെ പ്രായം 11ൽ 5 കുറയ്ക്കുമ്പോൾ 6 കിട്ടും. 5 വർഷം മുമ്പ് സാബുവിന്റെ പ്രായം 23ൽ 5 കുറയ്ക്കുമ്പോൾ 18 കിട്ടും. 5 വർഷം മുമ്പ് സാബുവിന്റെ വയസ്സ് ഷീലയുടെ വയസ്സിന്റെ 3 മടങ്ങായിരിക്കും എന്നാണ്. ഷീലയുടെ വയസ്സിന്റെ 3 മടങ്ങ്. ഷീല 6, സാബു 18. ഷീലയുടെ വയസ്സിന്റെ 3 മടങ്ങാണ്. 6ന്റെ 3 മടങ്ങാണ് 18. കണ്ടീഷൻ കിട്ടി. ഉറപ്പിക്കാൻ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി. ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 11 വയസ്സായിരിക്കും. 11 വയസ്സായിരിക്കും. ഓക്കെ അല്ലേ? നമ്മൾ നൈസായിട്ട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിക്കുക. ചോദ്യം എന്താണെന്ന് നോക്കണം. ഷീലയുടെ വയസ്സ് എത്ര എന്നാണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഷീലയുടെ വയസ്സിനെ പറ്റിയായിരിക്കും തന്നിരിക്കുക. അത് വെച്ച് അടിച്ചു കയറും. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ഓക്കെ, അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. അച്ഛന്റെ പ്രായത്തിന്റെ പകുതിയിൽ നിന്ന് 6 കുറയ്ക്കുന്നതാണ് മകന്റെ പ്രായം. മകന് 24 വയസ്സ് എങ്കിൽ അച്ഛന്റെ പ്രായം എത്ര? അപ്പൊ ഒന്നും കൂടെ, അച്ഛന്റെ പ്രായത്തിന്റെ പകുതിയിൽ നിന്ന് 6 കുറയ്ക്കുന്നതാണ് മകന്റെ പ്രായം. മകൻ ഇപ്പൊ 24 വയസ്സുണ്ട് എങ്കിൽ അച്ഛന്റെ പ്രായം എത്രയാണ്? ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ചൊന്ന് വരാം. ഓപ്ഷനിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്തു നോക്കാം. ശരി, എന്താ സംഭവം നോക്കി നോക്കാം. നമ്മുടെ ചോദ്യം എന്താണ്? എങ്കിൽ അച്ഛന്റെ പ്രായം എത്ര എന്നാണ്. അച്ഛന്റെ പ്രായം എത്രയാണ്? ഞാൻ പറഞ്ഞു, ഓപ്ഷനിൽ നിന്ന് നമ്മൾ തിരിച്ച് ചിന്തിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ആദ്യം നോക്കേണ്ടിയ കാര്യം എന്താണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം വ്യക്തമായിട്ട് നന്നായിട്ട് മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? അച്ഛന്റെ പ്രായം എത്ര എന്നാണ്. അച്ഛന്റെ പ്രായം എത്ര? അപ്പൊ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അച്ഛന്റെ വയസ്സുകളാണ്. ഓക്കെ, അച്ഛന്റെ വയസ്സ് ചിലപ്പോൾ 48 ആവും, അച്ഛന്റെ വയസ്സ് ചിലപ്പോൾ 60 ആവും, അച്ഛന്റെ വയസ്സ് ചിലപ്പോൾ 44 ആയിരിക്കും, അച്ഛന്റെ വയസ്സ് ചിലപ്പോൾ എന്തായിരിക്കും? 54 ആയിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാമോ? അച്ഛന്റെ വയസ്സ് എത്രയാണെന്നാണ്. അച്ഛന്റെ വയസ്സ്. അപ്പോ ഞാൻ ഒന്നാമത്തെ ഓപ്ഷൻ എടുക്കുന്നു. അച്ഛന്റെ വയസ്സ് 48 ആണെന്ന് വെച്ചു. അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? അച്ഛന്റെ പ്രായത്തിന്റെ പകുതിയിൽ നിന്ന് 6 കുറയ്ക്കുന്നതാണ് മകന്റെ പ്രായം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്നും കൂടെ, അച്ഛന്റെ പ്രായത്തിന്റെ പകുതിയിൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ മകന്റെ പ്രായം കിട്ടും എന്നല്ലേ പറഞ്ഞിരിക്കുന്നേ? അച്ഛന്റെ പ്രായം 48 അല്ലെ? 48 അല്ലേ? ഇതിന്റെ പകുതിയിൽ നിന്ന് എത്ര കുറയ്ക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്? 6 കുറയ്ക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്നും കൂടെ, അച്ഛന്റെ പ്രായത്തിന്റെ പകുതിയിൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ മകന്റെ പ്രായം കിട്ടും. അച്ഛന്റെ പ്രായം 48ന്റെ പകുതി പറഞ്ഞു. 48ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 24 ആണ്. 48ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 24 ആണ്. അതിൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 18 എന്ന് കിട്ടും. 18 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ആണോ? മകന്റെ പ്രായം പക്ഷെ തന്നിട്ടുള്ളത് എന്താണ്? 24. നമുക്ക് കിട്ടിയ മകന്റെ പ്രായം 18ആണ്. അപ്പൊ ഒന്നും കൂടെ, മകന്റെ പ്രായം തന്നിട്ടുള്ളത് 24, നമുക്ക് 18 എന്നാണ് കിട്ടിയത്. ഓക്കെ ആണോ? അപ്പൊ അച്ഛന്റെ പ്രായം 48 ആണോ? അല്ല. ഓക്കെ ആണോ? അപ്പൊ ഒന്നും കൂടെ പറഞ്ഞു വെക്കാം.
അച്ഛന്റെ പ്രായം എത്ര എന്നാണ്. അച്ഛന്റെ പ്രായത്തിന് ഞാൻ എത്ര എന്ന് പറഞ്ഞെടുത്തു, 48 ആണ് എന്ന് പറഞ്ഞെടുത്തു. അച്ഛന്റെ പ്രായത്തിന് ഞാൻ 48 എന്ന് പറഞ്ഞെടുത്തു. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ചോദ്യം അനുസരിച്ച് അച്ഛന്റെ പ്രായത്തിന്റെ പകുതിയിൽ നിന്ന് 6 കുറയ്ക്കണം. അച്ഛന്റെ പ്രായത്തിന്റെ പകുതി 48ന്റെ പകുതി 24, അതിൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 18 ആണ്. പക്ഷെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് മകന്റെ വയസ്സ് എത്ര എന്നാ പറഞ്ഞിരിക്കുന്നത്, 24. അപ്പൊ എന്നല്ല, അച്ഛന്റെ പ്രായം എന്തായാലും 48 അല്ല. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. രണ്ടാമത്തെ 60 അല്ലേ? അച്ഛന്റെ പ്രായം എത്ര? അച്ഛന്റെ പ്രായം 60 ആണെന്ന് വെച്ചു. നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷനിൽ കിടക്കണം 60 ആണ്. നമ്മുടെ കണ്ടീഷൻ എന്താണ്? അച്ഛന്റെ പ്രായത്തിന്റെ പകുതിയിൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ മകന്റെ പ്രായം കിട്ടുന്നല്ലേ? അച്ഛന്റെ പ്രായത്തിന്റെ പകുതിയിൽ നിന്ന് അതായത് അച്ഛന്റെ പ്രായം 60 ആണെങ്കിൽ 60ന്റെ പകുതി 30. ഈ 30ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും 24. ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് മകൻ 24 വയസ്സാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കും കിട്ടി മകന്റെ പ്രായം 24. ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് 24, നമുക്കും കിട്ടി 24. ഉറപ്പിക്കാം അച്ഛന്റെ പ്രായം എത്രയായിരിക്കും? 60. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? വലിയ വിഷയമൊന്നുമില്ല. ഈ ചോദ്യം നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തു വരാൻ പറ്റുന്ന ചോദ്യം തന്നെയാണ്. ഇനി നമുക്ക് ഇതൊന്ന് റിവേഴ്സ് ഓർഡറിൽ വേണമെങ്കിലും പറയാം, ഓപ്ഷനിൽ നിന്നല്ലാതെ. മകന്റെ പ്രായം 24 തന്നിട്ടുണ്ടല്ലേ? ഇനി പകുതിയിൽ നിന്ന് 6 കുറയ്ക്കണമെന്നല്ലേ? നമ്മൾ 6 കൂട്ടിയിട്ട് ഇരട്ടി അങ്ങ് എടുക്കും. ഓക്കെ ആണോ? അപ്പൊ ഒന്നും കൂടെ നമ്മൾ 6 കൂട്ടിയതിന് ശേഷം ഇരട്ടി എടുക്കും. 24 6 കൂട്ടുമ്പോൾ നമുക്ക് 30 എന്ന് പറയാൻ കിട്ടും. 30ന്റെ ഇരട്ടി 60. അങ്ങനെയും പറയാം. പക്ഷെ അവിടെ ഒന്ന് വീട് പോകരുത്. നമ്മൾ ഇരട്ടി എടുത്തതിന് ശേഷം 6 കൂട്ടിക്കളയത് കിട്ടൂല, ആൻസർ കിട്ടൂല. തിരിച്ചു പറയുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന പകുതിയിൽ നിന്ന് 6 കുറയ്ക്കണമെന്നാണ്. ഇനി 6 കൂട്ടിയിട്ട് ഇരട്ടി എടുക്കുക. ഓക്കെ ആണോ? അപ്പൊ അവിടേക്ക് ഓർഡറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിപ്പോകരുത്, ആൻസർ തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോ ഓപ്ഷനിൽ ഇത് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ സേഫ് എന്ന് ഞാൻ പറയും. എങ്കിലും നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതാണ് തിരഞ്ഞെടുക്കുക. തെറ്റിപ്പോകരുത്, വെറുതെ ഒരു മാർക്ക് കളയരുത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ഓക്കെ, ചോദ്യം ഇങ്ങനെയാണ്. അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങിനേക്കാൾ 1 കുറവാണ്. 12 വർഷം കഴിയുമ്പോൾ അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ ഇരട്ടിയാകുമെങ്കിൽ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? അപ്പൊ ഒന്നും കൂടെ നമുക്ക് ചോദ്യം വായിച്ചു വരാം. അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങിനെക്കാട്ടിലും 1 കുറവാണ്. 12 വർഷം കഴിയുമ്പോൾ അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ ഇരട്ടിയാകുമെങ്കിൽ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? ശരി, നമുക്ക് ഓപ്ഷനിൽ നിന്ന് നമ്മൾ തിരിച്ച് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പരിപാടി അവസാനം ചോദിച്ച് നിർത്തിയിരിക്കുന്ന എന്താണെന്ന് നോക്കാം. അപ്പൊ ഒന്നും കൂടെ ഇപ്പം ഞാൻ നേരത്തെ ഇപ്പൊ നമ്മൾ 3-4 ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്. എന്താണ്? നമ്മൾ ഓപ്ഷനിൽ നിന്ന് തിരിച്ചു ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അവസാനം ചോദിച്ച് നിർത്തിയിരിക്കുന്നത് എന്താണ് എന്ന് നോക്കണം. ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയിരിക്കുന്നത് എന്താണ് എങ്കിൽ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രന്നല്ലേ? അപ്പോ നമുക്ക് പറയാം മകന്റെ ഇപ്പോഴത്തെ വയസ്സ് ചിലപ്പോ 23 ആയിരിക്കും, മകന്റെ ഇപ്പോഴത്തെ വയസ്സ് ചിലപ്പോ 26 ആയിരിക്കും, മകന്റെ ഇപ്പോഴത്തെ വയസ്സ് ചിലപ്പോ 13 ആയിരിക്കും, മകന്റെ ഇപ്പോഴത്തെ വയസ്സ് ചിലപ്പോ 38 ആയിരിക്കും. ഓക്കെ ആണോ? മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അപ്പോ ഒന്നാമത്തെ ഓപ്ഷൻ ഞാൻ പറയും, മകന്റെ ഇപ്പോഴത്തെ വയസ്സ് 23 ആണെന്ന് വെച്ചു. അപ്പൊ ഒന്നും കൂടെ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? മകന്റെ ഇപ്പോഴത്തെ വയസ്സിനെ ഞാൻ 23 എന്ന് പറയരുത്. ചോദ്യം, അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങിനെക്കാട്ടിലും 1 കുറവെന്നാണ്. അപ്പൊ ഒന്നും കൂടെ അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ മകന്റെ ഇപ്പോഴത്തെ വയസ്സിന്റെ 3 മടങ്ങിനെക്കാട്ടിലും 1 കുറവെന്നാണ്. അപ്പൊ ഒന്നും കൂടെ മകന്റെ ഇപ്പോഴത്തെ വയസ്സിനെ ഞാൻ 23 എന്ന് പറഞ്ഞെടുത്താൽ മകന്റെ ഇപ്പോഴത്തെ വയസ്സിന്റെ 3 മടങ്ങിനെക്കാട്ടിലും 1 കുറവാണ് അച്ഛന്റെ പ്രായം. അപ്പൊ ഒന്നും കൂടെ മകന്റെ സണ്ണിന്റെ പ്രായം ഞാൻ 23 എടുത്തു. ഫാദർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മകന്റെ പ്രായത്തിന്റെ 3 മടങ്ങിനെക്കാട്ടിലും 1 കുറവ്. 3 മടങ്ങിനെക്കാട്ടിലും 1 കുറവ്. പറ, 23ന്റെ 3 മടങ്ങ് 23 46. 23 × 3 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 69 കിട്ടും. അപ്പൊ ഒന്നും കൂടെ ഇതിന്റെ മകന്റെ പ്രായത്തിന്റെ 3 മടങ്ങിനെക്കാട്ടിലും 1 കുറവ്. 23ന്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ അത് 69 ആണ്. അതിൽ നിന്ന് 1 കുറയ്ക്കും. 69ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും 68 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ആണോ? അപ്പൊ ഒന്നും കൂടെ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് 23 ആണ്.
അങ്ങനെയാണെങ്കിൽ 23 ആണെങ്കിൽ അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങിനേക്കാട്ടിലും 1 കുറവ്, 3 മടങ്ങിനേക്കാട്ടിലും 1 കുറവ്. മകൻ 23 ആണെങ്കിൽ അതിന്റെ 3 മടങ്ങ് 69, അതിനെക്കാട്ടിലും 1 കുറവ് 68. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? 12 വർഷം കഴിയുമ്പോൾ 23 വയസ്സുള്ള മകൻ 35 വയസ്സുള്ള മകനാകും. 12 വർഷം കഴിയുമ്പോൾ അച്ഛൻ 68 തന്നെ ഇരിക്കൂല. അച്ഛന്റെ പ്രായം 68, 78, 80 ആയിട്ട് മാറും. ഓക്കെ ആണോ? അപ്പൊ ഒന്നും കൂടെ, 12 വർഷം കഴിയുമ്പോൾ മകന്റെ പ്രായം 35, 12 വർഷം കഴിയുമ്പോൾ അച്ഛന്റെ പ്രായം 80. 12 വർഷം കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ ഇരട്ടിയാകുന്നതാണ്. 35ന്റെ ഇരട്ടിയാണോ 80? 35ന്റെ ഇരട്ടിയാണോ 80? ഇല്ല. 35ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 70 ആണ്. അപ്പൊ എന്തല്ല? ഇതല്ല. നമ്മുടെ ആൻസർ 23 അല്ല. ഓക്കെ ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ ശ്രദ്ധിക്കണം. പറഞ്ഞിരിക്കുന്നത് എന്താണ്? എങ്കിൽ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ്. ശ്രദ്ധിക്കണം. മകന്റെ ഇപ്പോഴത്തെ വയസ്സ് 26 ആണെന്ന് വെച്ചു. മകന്റെ ഇപ്പോഴത്തെ വയസ്സ് 26 ആണെന്ന് ഞാൻ പറഞ്ഞെടുത്തു. അങ്ങനെയാണെങ്കിൽ അച്ഛനെ പറ്റി പറഞ്ഞിരിക്കുന്നത് മകന്റെ ഇപ്പോഴത്തെ വയസ്സിന്റെ 3 മടങ്ങിനെക്കാട്ടിലും 1 കുറവ്, 3 മടങ്ങിനെക്കാട്ടിലും 1 കുറവ്. 26ന്റെ 3 മടങ്ങ് ചെയ്ത് നോക്കാം. 26 × 3 ചെയ്യുമ്പോൾ 6 × 3 18, 1 6 1 നമുക്ക് കിട്ടും 78 എന്ന് പറയാൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ പ്രായം എത്രയായിരിക്കും? 78 ആയിരിക്കും. ഓക്കെ ആണോ? അപ്പൊ ഒന്നും കൂടെ, മകന്റെ ഇപ്പോഴത്തെ പ്രായത്തിന് ഞാൻ 26 എന്ന് പറഞ്ഞെടുക്കുകയാണെങ്കിൽ ചോദ്യത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങിനെക്കാട്ടിലും 1 കുറവെന്നാണ്. അപ്പോ മകന്റെ പ്രായം 26 ആണെങ്കിൽ ഇതിന്റെ 26ന്റെ 3 മടങ്ങിനെക്കാട്ടിലും 1 കുറവെന്നാണ്. അപ്പൊ 78 എന്നല്ല 77 എന്ന് പറയുന്നത് അല്ലെ. 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 78 ആണ്. 78ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്രാന്ന് കിട്ടും? 77 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ അല്ലേ? ഇനി എന്താ പറയുന്നത്? 12 വർഷം കഴിയുമ്പോൾ 26 വയസ്സുള്ള പയ്യൻ 36, 38 വയസ്സുള്ള പയ്യനായിട്ട് മാറും. ഇനി 77 വയസ്സുള്ള 77 വയസ്സുള്ള അപ്പൻ അല്ലെങ്കിൽ അച്ഛൻ എത്ര വയസ്സുള്ള അച്ഛനായിട്ട് മാറും? 77, 87, 89 വയസ്സുള്ള അച്ഛനായിട്ട് മാറും. ഓക്കെ ആണോ? അപ്പൊ ഒന്നും കൂടെ, മകന്റെ പ്രായത്തിന്റെ 3 മടങ്ങിനേക്കാളും 1 കുറവ് 77. 12 വർഷം കഴിയുമ്പോൾ 26 വയസ്സുള്ള ആള് 38 വയസ്സുള്ള ആളായിട്ട് മാറും. 77 വയസ്സുള്ള ആള് 89 വയസ്സുള്ള ആളായിട്ട് മാറും. 12 വർഷം കഴിയുമ്പോൾ സംഭവിക്കുന്നത് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ ഇരട്ടിയാകുന്നതാണ്. 38ന്റെ ഇരട്ടിയാണോ 89? അല്ല, ഇരട്ടിയല്ല. അപ്പോ നമുക്ക് എന്തല്ല എന്ന് പറയാം? നമ്മുടെ ആൻസർ 26 അല്ല. ഓക്കെ അല്ലേ? മൂന്നാമത്തത്, മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? മകന്റെ ഇപ്പോഴത്തെ വയസ്സ് 13 ആണെന്ന് വെച്ചോ. അച്ഛന്റെ പ്രായത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങിനേക്കാൾ 1 കുറവാണ്. 13ന്റെ 3 മടങ്ങ് 13 × 3 മടങ്ങ് 39, അതിൽ നിന്ന് 1 കുറവ് 38. ഓക്കെ ആണോ? മകന്റെ പ്രായത്തിന്റെ 3 മടങ്ങിനേക്കാളും 1 കുറവ്. 13ന്റെ 3 മടങ്ങ് 39, അതിൽ നിന്ന് 1 കുറയുമ്പോൾ 38. അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? 12 വർഷം കഴിയുമ്പോൾ 13 വയസ്സുള്ള മകൻ 25 വയസ്സാവും അല്ലെ? 12 വർഷം കഴിയുമ്പോൾ 38 വയസ്സുള്ള അപ്പൻ എന്തായിട്ട് മാറും? 50 വയസ്സുള്ള അപ്പനായിട്ട് മാറും. 12 വർഷം കഴിയുമ്പോൾ അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ ഇരട്ടിയാകുന്നതാണ്. ഇരട്ടിയായില്ലേ? അച്ഛന്റെ വയസ്സ് 50 എന്ന് പറഞ്ഞാൽ 25ന്റെ ഇരട്ടിയില്ലേ? 12 വർഷം കഴിഞ്ഞപ്പോ അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന് ഇരട്ടിയുള്ളൂ. കണ്ടീഷൻ ഓക്കെയാണ്. ഉറപ്പിക്കാം, നമ്മുടെ ആൻസർ മകന്റെ ഇപ്പോഴത്തെ പ്രായം എന്ന് പറയുന്നത് എത്രയാണ്? 13 വയസ്സാണ്. 13 വയസ്സ്. ഓക്കെ അല്ലേ? അപ്പോ ഇതേപോലെ ഞാനിത് പറഞ്ഞു തരുന്നതുകൊണ്ട് കുറച്ച് സമയം എടുക്കുന്നു. നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ശരി, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു നല്ലൊരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: അച്ഛന് 30 വയസ്സുള്ളപ്പോൾ മൂത്ത മകൻ ജനിച്ചു. മൂത്ത മകന് 8 വയസ്സുള്ളപ്പോൾ രണ്ടാമത്തെ മകൻ ജനിച്ചു. രണ്ടാമത്തെ മകൻ ഇപ്പോൾ 13 വയസ്സുണ്ടെങ്കിൽ അച്ഛന്റെ വയസ്സ് എത്രയാണ്? രണ്ടാമത്തെ ആളിന് 13 വയസ്സുണ്ടെങ്കിൽ അച്ഛന്റെ വയസ്സ് എത്രയാണ്? അപ്പൊ ഒന്നും കൂടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അച്ഛന് 30 വയസ്സുള്ളപ്പോൾ മൂത്ത മകൻ ജനിച്ചു അല്ലെ? അച്ഛന് 30 വയസ്സുള്ളപ്പോൾ മൂത്ത ആള് ജനിക്കുകയാണ് അല്ലെ? മൂത്ത മകൻ ജനിക്കുകയാണ്. ഇനി മൂത്ത മകന് 8 വയസ്സുള്ളപ്പോ രണ്ടാമത്തെ മകൻ ജനിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്നും കൂടെ, അച്ഛന് 30 വയസ്സുള്ളപ്പോൾ മൂത്ത മകൻ ജനിക്കുന്നു. ഇനി മൂത്ത മകൻ 8 വയസ്സാകുമ്പോൾ അച്ഛൻ 30-ൽ തന്നെ ഇരിക്കില്ല. അച്ഛന്റെ പ്രായം എത്രയായിട്ട് മാറും?
38 വയസ്സായിട്ട് മാറി. അപ്പൊ ഒന്നും കൂടെ മൂത്ത മകൻ ജനിക്കുമ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് ബേബി ജനിക്കുമ്പോൾ അച്ഛന്റെ പ്രായം എത്രയായിരിക്കും? 38 ആയിരിക്കും. കാരണം 30 വയസ്സുള്ളപ്പോഴാണ് ആദ്യത്തെ മകൻ ജനിക്കുന്നത്. ആദ്യത്തെ മകന് 8 വയസ്സുള്ളപ്പോൾ അച്ഛന്റെ പ്രായം 38. അതായത് ഈ 38 വയസ്സുള്ളപ്പോഴാണ് രണ്ടാമത്തെ മകൻ ജനിക്കുന്നത്. ഇനി രണ്ടാമത്തെ മകൻ ഇപ്പോൾ 13 വയസ്സുണ്ട്. രണ്ടാമത്തെ മകൻ ഇപ്പൊ 13 വയസ്സുണ്ട്. അപ്പൊ ഈ 38ന്റെ കൂടെ ഒരു 13ഉം കൂടെ ചേർക്കുമ്പോൾ നമുക്ക് പറയാം ഇപ്പോൾ ഉള്ള അച്ഛന്റെ വയസ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 51. ഓപ്ഷൻ ബി. വലിയ പ്രശ്നമില്ലാത്ത ഒരു ചോദ്യമാണ്. അത്യാവശ്യം നമ്മളൊന്ന് ആലോചിച്ച് ചിന്തിച്ചെഴുതേണ്ട ഒരു ചോദ്യമാണ്. അച്ഛന് 30 വയസ്സുള്ളപ്പോൾ മൂത്ത മകൻ ജനിച്ചു. മൂത്ത മകൻ 8 വയസ്സാകുമ്പോൾ അച്ഛന്റെ പ്രായം 38. അപ്പോ ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. ഇതേ കുഞ്ഞിന് ഒരു 13, രണ്ടാമത്തെ മകൻ എത്ര വയസ്സുള്ളപ്പോഴാണ്? 13 വയസ്സുള്ളപ്പോൾ. അതായത് അച്ഛനും 13 വയസ്സ് കൂടും. അച്ഛന്റെ പ്രായം എത്രയായിരിക്കും? 51. അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള അച്ഛന്റെ വയസ്സ്, അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ 51 ആയിരിക്കും. 51 ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ഓക്കെ, അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. അച്ഛൻ ഇപ്പോൾ 40 വയസ്സും മകന് 5 വയസ്സും പ്രായമുണ്ട്. മകന് 40 വയസ്സാകുമ്പോൾ അച്ഛന്റെ വയസ്സ് എത്ര? അപ്പൊ ഒന്നും കൂടെ, അച്ഛന് ഇപ്പോൾ 40 വയസ്സ്, മകന് 5 വയസ്സും പ്രായമുണ്ട്. ഇനി ഈ മകന് 40 വയസ്സാകുമ്പോൾ അച്ഛന്റെ പ്രായം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ ഒന്നും കൂടെ, അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം 40 ആണ്. സണ്ണിന്റെ ഇപ്പോഴത്തെ പ്രായം, മകന്റെ പ്രായം എത്രയാണ്? 5 വയസ്സ്. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? മകന് 40 വയസ്സാകുമ്പോൾ മകന് 40 വയസ്സാകാന്ന് പറയുമ്പോൾ എത്ര വർഷത്തിന് ശേഷമായിരിക്കും? 5 45 ആകുക എന്ന് പറയുമ്പോൾ 35 വർഷത്തിന് ശേഷമല്ലേ? അതായത് നമുക്ക് പറയാം 35 വർഷത്തിന് ശേഷമാണ് മകന് 40. 35 വർഷം കഴിയുമ്പോൾ അച്ഛന്റെ പ്രായം 40 തന്നെ ഒരു കാരണവശാലും ഇരിക്കില്ല. അച്ഛനും എത്ര വയസ്സ് കൂടും? അച്ഛനും ഒരു 35 വയസ്സ് കൂടും. അല്ലെ? അച്ഛന്റെ പ്രായം 35 വയസ്സ് കൂടും. 40 35 കൂടെ ആകുമ്പോൾ 75. അതായത് അച്ഛന്റെ പ്രായം, മകന് 40 വയസ്സാകുമ്പോൾ അച്ഛന്റെ പ്രായം എത്രയായിരിക്കും? 75. ഉറപ്പിക്കാൻ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. അപ്പൊ ഒന്നും കൂടെ, അച്ഛന്റെ പ്രായം 40, മകന്റെ പ്രായം 5 ആണ്. ഇനി ഇതേ മകൻ 40 വയസ്സാകുക എന്ന് പറയുമ്പോൾ എത്ര വർഷം കഴിയണം? 35 വർഷം കഴിയണം. അല്ലെ? 35 വർഷം കഴിയണ്ടേ? അതായത് 35 വർഷത്തിന് ശേഷം ഇതേ അച്ഛന്റെ പ്രായം, 35 വർഷത്തിന് ശേഷം അച്ഛന്റെ പ്രായം എന്ന് പറയുന്നത് 40 വയസ്സായിരിക്കുന്ന അച്ഛൻ 35 വർഷം കഴിയുമ്പോൾ 75 വയസ്സുള്ള അച്ഛനായിട്ട് മാറും. ഉറപ്പാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. 3 വർഷത്തെ ഇടവേളകളിൽ ജനിച്ച 5 കുട്ടികളുടെ വയസ്സുകളുടെ തുക 50 ആയാൽ മുതിർന്ന കുട്ടിയുടെ വയസ്സ് എത്രയാണ്? അപ്പൊ ഒന്നും കൂടെ, 3 വർഷത്തെ ഇടവേളകളിൽ ജനിച്ച 5 കുട്ടികളുടെ വയസ്സുകളുടെ തുക 50 ആയാൽ മുതിർന്ന കുട്ടിയുടെ വയസ്സ് എത്രയാണ്? ഇത് അത്യാവശ്യം റിപ്പീറ്റ് അടിച്ച് വന്ന ചോദ്യമാണ്. 2024 നമ്മുടെ 10th പ്രിലിംസിൽ വന്ന ചോദ്യമാണ്. ഈ ചോദ്യമല്ല, ഇത് അതിന് മുമ്പേ വന്ന ചോദ്യമാണ്. ഇത് അതിന് മുമ്പേ ചോദിച്ച ചോദ്യമാണ്. പക്ഷെ 10th പ്രിലിംസിൽ വന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ പ്രായം ചോദിച്ചു. ഇവിടെ എന്താണ്? ഏറ്റവും മുതിർന്ന കുട്ടിയുടെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ്. ശരി, അപ്പൊ നമുക്ക് ചോദ്യം എന്താണെന്ന് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? 3 വർഷത്തെ ഇടവേളകളിൽ ജനിച്ച 5 കുട്ടികളുടെ വയസ്സുകളുടെ തുക 50 ആയാൽ മുതിർന്ന കുട്ടിയുടെ വയസ്സ് എത്ര എന്നാണ്. അപ്പൊ ഒന്നും കൂടെ, 3 വർഷത്തെ ഇടവേളകളിൽ ജനിച്ച 5 കുട്ടികൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. 3 വർഷത്തെ ഇടവേളകളിൽ ജനിച്ച 5 കുട്ടികൾ എന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും പ്രായങ്ങൾ എത്ര വിധമായിരിക്കും? കൂടി പോവാം. ആദ്യത്തെ കുട്ടീനെക്കാട്ടിലും 3 വയസ്സ് കൂടുതലായിരിക്കും രണ്ടാമത്തെ കുട്ടി. രണ്ടാമത്തെ കുട്ടിയെക്കാട്ടിലും 3 വയസ്സ് കൂടുതലായിരിക്കും മൂന്നാമത്തെ കുട്ടി. മൂന്നാമത്തെ കുട്ടിയെക്കാട്ടിലും 3 വയസ്സ് കൂടുതലായിരിക്കും നാലാമത്തെ കുട്ടി. നാലാമത്തെ കുട്ടിയെക്കാട്ടിലും 3 വയസ്സ് കൂടുതലായിരിക്കും അഞ്ചാമത്തെ കുട്ടി. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 വർഷത്തെ ഇടവേളകളിൽ ജനിച്ച 5 കുട്ടികളുടെ വയസ്സുകളുടെ തുക തന്നിട്ടുണ്ട്. തുക എന്ന് പറയുന്നത് എത്രയാണ്? 50 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. 50. ഇതിനകത്ത് നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ, വേണമെങ്കിൽ ഓപ്ഷനിൽ നിന്നിട്ട് ചെയ്യാം. ഇനിയില്ല, നമുക്ക് എക്സ് വെച്ച് ചെയ്യാൻ പറ്റും. എക്സ് എന്ന് പറഞ്ഞെടുത്ത്, ആദ്യത്തെ കുട്ടിയുടെ എക്സ് എന്നൊക്കെ പറഞ്ഞെടുത്ത് ചെയ്യാൻ പറ്റും. ഇനി ഇല്ലാതെ ആവറേജ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ 2 രീതികൾ ചെയ്യും. ഫസ്റ്റ് ഞാൻ ആവറേജ് വെച്ച് പെട്ടെന്ന് നമുക്ക് ആൻസറിലോട്ട് എങ്ങനെ എത്താന്ന് പറയാം. രണ്ടാമത് ഞാൻ എക്സ് വെച്ചും കൂടെ ചെയ്ത് പറയാം. ഓക്കെ ആണോ? അപ്പൊ 2 രീതിയിൽ ഞാൻ പറയും. ഒന്നാമത് ഞാൻ ആവറേജ് വെച്ച് നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്ത് പിടിക്കാം എന്ന് പറഞ്ഞുതരാം. രണ്ടാമത്തത് എങ്ങനെ നമുക്ക് എക്സ് വെച്ച് ചെയ്ത് നമുക്ക് ആൻസറിലോട്ട് എത്താന്നുള്ള കാര്യം. 2 രീതിയും പറഞ്ഞുതരാമേ.
അപ്പൊ ഒന്നാമത് ഞാൻ പറഞ്ഞു ഇതിനകത്ത് നമുക്ക് ആവറേജ് വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷത്തെ ഇടവേളകളിൽ ജനിച്ച 5 കുട്ടികളുടെ വയസ്സുകളുടെ തുക 50. അപ്പോ ഇതിനകത്ത് ആവറേജുമായിട്ട് ബന്ധപ്പെട്ട ശരാശരിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബേസിക് കാര്യം നമ്മൾ മനസ്സിലാക്കണം. സമാന്തര ശ്രേണിയിലെ ശരാശരി എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിന്റെ മധ്യപദമായിരിക്കും. അപ്പൊ ഒന്നും കൂടെ, ഒരു സമാന്തര ശ്രേണിയുടെ അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള കുറെ പദങ്ങളുടെ സമാന്തര ശ്രേണിയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? മധ്യപദമായിരിക്കും. ഓക്കെ ആണ്. അപ്പൊ 5 പേരുടെ തുക നമുക്കറിയാം 50 ആണ്. അപ്പൊ 5 പേരുടെ ശരാശരി എത്രയും? തുക ബൈ എണ്ണം എന്നാണ്. അപ്പൊ ഒന്നും കൂടെ, ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണം എന്നാണ്. തുക ബൈ എണ്ണം. അപ്പൊ 5 പേരുടെ തുക തന്നിട്ടുണ്ട് 50. എണ്ണം എന്ന് പറഞ്ഞാൽ 5 പേരല്ലേ. അപ്പൊ 5 പേരുടെ ശരാശരി എന്ന് പറഞ്ഞാൽ 50/5 ചെയ്യുമ്പോ നമുക്ക് കിട്ടും 10 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഈ പറയുന്ന 5 കുട്ടികളുടെ വയസ്സുകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ അത് 10 ആണ്. നമ്മുടെ ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന 5 കുട്ടികളുടെ വയസ്സുകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ 10. ഓക്കെ. അപ്പൊ ഒന്നും കൂടെ നന്നായിട്ട് മനസ്സിലാക്കണം. ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ്? തുക ബൈ എണ്ണം എന്നാണ്. ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണം എന്നാണ്. അപ്പൊ 5 കുട്ടികളുടെ തുക തന്നിട്ടുണ്ട്, 50 തന്നിട്ടുണ്ട്. അവരുടെ എണ്ണം 5 പേരല്ലേ. അപ്പൊ അവരുടെ ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണം എന്നാണ്. 50/5 ചെയ്തപ്പോൾ നമുക്ക് കിട്ടി ശരാശരി എന്ന് പറഞ്ഞാൽ 10 ആണ്. ഓക്കെ അല്ലേ? അപ്പോ നൈസ് ആണ് പറയാം. 5 കുട്ടികളാണ്. ഒന്നാമത്തെ കുട്ടി, രണ്ടാമത്തെ കുട്ടി, മൂന്നാമത്തെ കുട്ടി, നാലാമത്തെ കുട്ടി, 5ാമത്തെ കുട്ടി. ഞാൻ പറഞ്ഞു ഈ 3 വർഷത്തെ ഗ്യാപ്പിൽ ജനിക്കുന്ന കുട്ടികൾ അല്ലെ, ഓരോ കുട്ടികളുടെയും വയസ്സ് 3 വെച്ച് ആ കൂടി പോകുന്നു അല്ലെ. അപ്പൊ അതൊരു സമാന്തര ശ്രേണിയല്ലേ. സമാന്തര ശ്രേണിയുടെ ശരാശരി എപ്പോഴും എവിടെ കാണുള്ളൂ? അത് മധ്യപദമായിരിക്കും. അപ്പൊ ഒരു സമാന്തര ശ്രേണിയെ സംബന്ധിച്ച് ശരാശരി എന്ന് പറഞ്ഞാൽ, ആവറേജ് എന്ന് പറഞ്ഞാൽ അത് മധ്യപദമാണ്. ഈ ശരാശരി എന്ന് പറയുന്നത് എവിടെ കാണും? ഓക്കെ. അതായത് മധ്യത്തിലുള്ള കുട്ടിയുടെ പ്രായം 10. ഇനി എല്ലാരും 3 വെച്ചാണ് കൂടി പോകുന്നത്. അപ്പുറത്തുള്ള കുട്ടിയുടെ പ്രായം 13. വീണ്ടും ഒരു 3 കൂട്ടുമ്പോൾ അതിന്റെ അപ്പുറത്തുള്ള കുട്ടിയുടെ പ്രായം 16 കിട്ടി. ഏറ്റവും പ്രായം കൂടിയ കുട്ടിയുടെ പ്രായം എന്ന് പറഞ്ഞാൽ അത് 16 വയസ്സാണ്. ഓക്കെ അല്ലേ? ഇനി പ്രായം കുറഞ്ഞ കുട്ടി അല്ലെ, നമ്മുടെ അങ്ങനെ ആയാൽ മുതിർന്ന കുട്ടിയുടെ വയസ്സ് എത്രയാണെന്നാണ് ചോദ്യം. ഇനി ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ്, ഇങ്ങോട്ട് 3 വെച്ച് കുറച്ചാൽ മതി. 7. 7 3 കുറയ്ക്കുമ്പോൾ 4. ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് 4 ആയിരിക്കും. ഓക്കെ. അങ്ങനെ ഉറപ്പിക്കാം. മുതിർന്ന കുട്ടിയുടെ പ്രായം എന്ന് പറഞ്ഞാൽ അത് 16 ആണ്. ഇനി ഇത് ഞാനിങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഇത്രയും സമയം എടുത്തേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് മനസ്സിൽ കൊണ്ടുവരാൻ പറ്റും അല്ലെ. ഇതൊരു സമാന്തര ശ്രേണിയായിട്ട് പോകുന്നു. മധ്യപദം എന്ന് പറഞ്ഞാൽ ശരാശരിയാണ്. അങ്ങനെയാണെങ്കിൽ ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണം. നമ്മുടെ മനസ്സിൽ തന്നെ കിട്ടി. 50/5 10. എടാ മധ്യത്തിൽ വരുന്ന 10, അപ്പുറത്തുള്ള 13, അതിന്റെ അപ്പുറത്തുള്ള 16 കഴിഞ്ഞു. നമ്മുടെ ആൻസർ എന്തായിരിക്കും? 16 ആയിരിക്കും. ഇനി ഇത് അത്ര അങ്ങ് പിടി കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എക്സ് വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെ നമുക്ക് എക്സ് വെച്ചൊക്കെ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാന്ന് വെച്ചാൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എങ്ങനെയാണ് പറയേണ്ടത്? അപ്പോ ഞാൻ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ പ്രായത്തിന് അല്ലെങ്കിൽ ഏറ്റവും ഇളയ കുട്ടിയെ ഞാൻ എക്സ് എന്ന് പറഞ്ഞെടുത്തു. എക്സ്. ഇനി 3 വർഷത്തെ ഇടവേളയിൽ ജനിച്ച കുട്ടികളാണ് അല്ലെ. അപ്പൊ രണ്ടാമത്തെ കുട്ടി x+3, മൂന്നാമത്തെ കുട്ടി x+6, നാലാമത്തെ കുട്ടി x+9, അഞ്ചാമത്തെ കുട്ടി x+12 അല്ലെ. എല്ലാം 3 വെച്ചല്ലേ കൂടി പോകുന്നത്. അപ്പോ 3 വർഷത്തെ ഇടവേളകളിൽ ജനിച്ച കുട്ടികളാണ് അല്ലെ. 3 വർഷത്തെ ഇടവേളകളിൽ ജനിച്ച കുട്ടികളാണ്. അപ്പൊ ആദ്യത്തെ കുട്ടി ഞാൻ എക്സ് എന്ന് പറഞ്ഞെടുത്തു. രണ്ടാമത്തെ കുട്ടി എന്ന് പറഞ്ഞാൽ x+3 ആണ്. മൂന്നാമത്തെ കുട്ടി x+6 ആണ്. നാലാമത്തെ കുട്ടി x+9 ആണ്. അഞ്ചാമത്തത് x+12 ആണ്. ഇവരുടെ പ്രായങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്നാ പറഞ്ഞിരിക്കുന്നത്? 50 കിട്ടുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ വയസ്സുകളുടെ തുക എന്ന് പറഞ്ഞാൽ 50 എന്നാ പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കാം. x+3+, x+6+, x+9 എല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടും 50 കിട്ടും എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എല്ലാം കൂടെ കൂട്ടാം. 1 2 3 4 5 5x പ്ലസ് 3 6 കൂടെ കൂട്ടുമ്പോൾ 9 9 18 18 12 30 ഈക്വൽ ടു എത്രാന്ന് കിട്ടും? 50 എന്ന് പറഞ്ഞു. ഇതിന്ന് പറ
5x ഈക്വൽ ടു ഈ 30 അപ്പുറത്ത് പോകുമ്പോ 50 മൈനസ് 30. വീണ്ടും 5x ഈക്വൽ ടു 50 മൈനസ് 30 എന്ന് പറഞ്ഞാൽ അത് 20 ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ ഈ 5 താഴെ വരുമ്പോ 20/5 ചെയ്തപ്പോ നമുക്ക് കിട്ടി 4. എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി 4. എക്സ് എന്ന് പറഞ്ഞാൽ 4. നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മുതിർന്ന കുട്ടി എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 12 ആണെന്ന് പറയുന്നത്. അപ്പൊ ഒന്നും കൂടെ എക്സ് എന്ന് പറഞ്ഞാൽ 4 ആണ്, മുതിർന്ന കുട്ടി എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 12 ആണ് അല്ലെ. അപ്പൊ നമുക്ക് പറയാം 4 പ്ലസ് 12 എക്സ് പ്ലസ് 12 കിട്ടി. മുതിർന്ന കുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എഴുതി വെച്ച പോലെ തന്നെ 16 എന്ന് പറയും. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അതങ്ങ് ഉപയോഗിക്കുക. ഇനി ചിലർ ഇതിനകത്ത് ഓപ്ഷനിൽ എന്നൊക്കെ പറയുന്നുണ്ട് ഏറ്റവും മുതിർന്ന കുട്ടിയുടെ പ്രായം 4, അങ്ങനെയാണെങ്കിൽ തൊട്ടു മുന്നുള്ള കുട്ടിയുടെ പ്രായം 3, പിന്നെ അങ്ങ് മൈനസ് വരും. അപ്പൊ എന്തല്ല 12 അല്ല, സോറി 4 അല്ല. പിന്നെ ഓപ്ഷനിൽ നമ്മൾ 12 മുതിർന്ന കുട്ടിയുടെ പ്രായം 12 ആണെന്ന് വെച്ചു, 12 അല്ലെ, മുതിർന്ന കുട്ടിയുടെ പ്രായം 12. അങ്ങനെയാണെങ്കിൽ തൊട്ടു മുന്നുള്ള കുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 കുറയ്ക്കുമ്പോൾ 9. വീണ്ടും അതിനുമുമ്പുള്ള കുട്ടിയുടെ പ്രായം 3 കുറയ്ക്കുമ്പോൾ 6, അതിനുമുമ്പുള്ള കുട്ടിയുടെ പ്രായം 3, അതിനുമുമ്പുള്ള കുട്ടിയുടെ പ്രായം 0 എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അങ്ങനെയൊന്നും വരില്ല. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 50 കിട്ടത്തില്ല. ഇനി ഇവിടെ നമ്മൾ 16 പറയുകയാണെങ്കിൽ 16 അല്ലെ, 16, 13, 10, 7, 4 ഇത്ര എല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 50. അങ്ങനെ വേണമെങ്കിൽ ഓപ്ഷനിൽ നിന്ന് വേണമെങ്കിൽ നമ്മൾ ഓപ്ഷനിൽ നിന്നൊക്കെ ചെയ്തതുപോലെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഓപ്ഷനിൽ നിന്ന് വേണമെങ്കിലും ചെയ്തു വരാം. ഇനി ആവറേജിന്റെ കേസ് ഞാൻ ആദ്യം പറഞ്ഞ കേസ് കുറച്ചുകൂടെ നല്ലൊരു കേസ് അല്ലേ. നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു. ആവറേജുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? അതൊരു സമാന്തര ശ്രേണിയാണെങ്കിൽ ആവറേജ് എന്ന് പറഞ്ഞാൽ, ശരാശരി എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ശരാശരി എന്ന് പറഞ്ഞാൽ എപ്പോഴും മധ്യപദമായിരിക്കും. ശരാശരി പെട്ടെന്ന് നമുക്ക് മനസ്സിൽ കൊണ്ടുവരാൻ പറ്റും. ശരാശരി എന്ന് പറഞ്ഞാൽ 10 ആണ് അല്ലെ. തുക എണ്ണം ചെയ്യുമ്പോൾ 10 എന്ന് പറഞ്ഞിട്ട് അപ്പോ 10 ആണെങ്കിൽ അതിന്റെ അപ്പുറത്തുള്ളത് 13 ആയിരിക്കും, അതിന്റെ അപ്പുറത്തുള്ളത് എന്തായിരിക്കും? 16 ആയിരിക്കും അല്ലെ. 3 വെച്ച് കൂടി പോകുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്തു പിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ള നിങ്ങൾ ഉപയോഗിക്കുക. എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ എക്സ് വെച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്തു പിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. അനുവിനേക്കാൾ 3 വയസ്സ് കൂടുതലാണ് രാജുവിന്. രാജുവിനേക്കാൾ 2 വയസ്സ് കുറവാണ് ബേസിലിന്. ബേസിലിനേക്കാൾ എത്ര വയസ്സ് കുറവാണ് അനുവിന്? ശരി, കുറച്ച് ഒന്ന് ആലോചിച്ചതിന്റെ ചോദ്യം. അപ്പൊ ഒന്നും കൂടെ എന്താ പറയുന്നത്? അനുവിനേക്കാളിലും 3 വയസ്സ് കൂടുതലാണ് രാജുവിന്. ഇനി രാജുവിനേക്കാളിലും 2 വയസ്സ് കുറവാണ് ബേസിലിന്. നമ്മളെ ചോദ്യം എന്താണ്? അങ്ങനെയാണെങ്കിൽ ബേസിലിനേക്കാൾ എത്ര വയസ്സ് കുറവാണ് അനുവിന് എന്നാണ് ചോദ്യം. ശരി, അപ്പോ ഞാൻ വേണമെങ്കിൽ നമുക്ക് എക്സെക്യൂട്ട് ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ ഇട്ട് അങ്ങ് പറയണേ. അപ്പൊ അനുവിനേക്കാൾ 3 വയസ്സ് കൂടുതലാണ് രാജുവിന്. ഞാൻ അനുവിന്റെ പ്രായത്തിന് ഞാൻ 25 എന്ന് പറയും. അപ്പോ അനുവിന്റെ വയസ്സ് 25 എന്താ പറഞ്ഞിരിക്കുന്നത്? അനുവിനേക്കാളിലും 3 വയസ്സ് കൂടുതലാണ് രാജുവിന്. അപ്പൊ രാജുവിന്റെ വയസ്സ് എത്രയായിരിക്കും? ഇവനെക്കാട്ടിലും 3 വയസ്സ് കൂടുതൽ 28 ആയിരിക്കും. ഓക്കെ ആണ്. അപ്പൊ ഒന്നും കൂടെ, അപ്പൊ അനുവിനേക്കാട്ടിലും 3 വയസ്സ് കൂടുതലാ രാജുവിന് എന്താ പറഞ്ഞത്? ഞാൻ അനുവിന്റെ പ്രായത്തിന് 25 എന്ന് പറഞ്ഞെടുത്തു. അപ്പൊ ഒന്നും കൂടെ അനുവിന്റെ പ്രായത്തിന് 25 എന്ന് പറഞ്ഞെടുത്തു. അങ്ങനെയാണെങ്കിൽ രാജുവിന്റെ പ്രായം എത്രയായിരിക്കും? 28 ആയിരിക്കും. ആണേ, കുഴപ്പമില്ലല്ലോ. ഇനി എന്താ പറഞ്ഞിരിക്കണേ? രാജുവിനേക്കാളിൽ 2 വയസ്സ് കുറവാണ് ബേസിൽ. അടുത്ത് ബേസിലിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. ബേസിലിനെ സംബന്ധിച്ച് എന്താണ്? ഈ പറയുന്ന രാജുവിനേക്കാളിലും 2 വയസ്സ് കുറവ്. അപ്പൊ ബേസിലിന്റെ പ്രായം എത്രയായിരിക്കും? 26 ആയിരിക്കും. ഓക്കെ, ഇനി പറ, ബേസിലിനേക്കാളിലും എത്ര വയസ്സ് കുറവാണ് അനുവിന്? ബേസിലിനേക്കാളിലും എത്ര വയസ്സ് കുറവാണ് അനുവിന്? ബേസിലിനേക്കാളിലും എത്ര വയസ്സ് കുറവാണ്? ബേസിലിനേക്കാളും എത്ര വയസ്സ് കുറവാണ്? 26 25 ആകാന്ന് പറയുമ്പോൾ 1 വയസ്സിന്റെ കുറവ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഒന്നും കൂടെ, അനുവിന്റെ പ്രായത്തിന് 25 എന്ന് പറഞ്ഞെടുത്തു. അപ്പോ ഈ പറയുന്ന രാജുവിന് അനുവിനെക്കാളും 3 വയസ്സ് കൂടുതലാണ്. അപ്പൊ 28. ഇനി ഈ പറഞ്ഞ ബേസിലിനാണെങ്കിൽ ഈ പറഞ്ഞ രാജുവിനെക്കാളും 2 വയസ്സ് കുറവാണ്. അപ്പൊ ബേസിലിന്റെ പ്രായം 26. നമ്മുടെ ചോദ്യം അനുവിന് ബേസിലിനേക്കാൾ എത്ര വയസ്സ് കുറവെന്നല്ലേ? എത്ര വയസ്സ് കുറവ്? 1 വയസ്സ് കുറവ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. രാമുവിന്റെ അച്ഛൻ ജനിച്ച വർഷം രാമുവിന്റെ വയസ്സിന്റെ വർഗമാണ്. രാമുവിന്റെ അച്ഛൻ 20-ാം നൂറ്റാണ്ടിലാണ് ജനിച്ചതെങ്കിൽ രാമുവിന്റെ വയസ്സ് എത്രയാണ്? അപ്പൊ ഒന്നും കൂടെ എന്താ പറഞ്ഞിരിക്കുന്നത്? രാമുവിന്റെ അച്ഛൻ ജനിച്ച വർഷം രാമുവിന്റെ വയസ്സിന്റെ വർഗമാണ്. ഇനി അടുത്ത്,
രാമുവിന്റെ അച്ഛൻ 20-ാം നൂറ്റാണ്ടിലാണ് ജനിച്ചത് എങ്കിൽ രാമുവിന്റെ വയസ്സ് എത്ര? ശരി, അപ്പോ നന്നായിട്ട് മനസ്സിലാക്കണേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് രാമുവിന്റെ അച്ഛൻ ജനിച്ച വർഷം, രാമുവിന്റെ അച്ഛൻ ജനിച്ച വർഷം, വർഷം എന്ന് പറഞ്ഞാൽ രാമുവിന്റെ അച്ഛൻ ജനിച്ച ആ ഇയറിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. 1950, 1960, 1965, 1980, 2005 ഇതേപോലെയുള്ള വർഷത്തിനെ പറ്റിയാണ്. രാമുവിന്റെ അച്ഛൻ ജനിച്ച വർഷം എന്ന് പറയുന്നത് രാമുവിന്റെ വയസ്സിന്റെ വർഗം എന്നാ പറഞ്ഞിരിക്കുന്നത്. രാമുവിന്റെ വയസ്സിന്റെ വർഗം. വർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ എന്നാണ്. വർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ എന്നാണ്. എന്ന് പറഞ്ഞാൽ രാമുവിന് ഒരു പ്രായമുണ്ട്, ആ പ്രായത്തിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ രാമുവിന്റെ അച്ഛൻ ജനിച്ച വർഷം കിട്ടും. ഓക്കെ ആണ്. അപ്പൊ ഒന്നും കൂടെ രാമുവിന്റെ ഒരു വയസ്സ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാമുവിന്റെ വയസ്സ് 25 വെച്ചു. 25ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? വർഗം എന്ന് പറഞ്ഞാൽ 625. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, 625. അതേപോലെ രാമുവിനൊരു പ്രായമുണ്ട്, ആ പ്രായത്തിന്റെ സ്ക്വയർ നമ്മൾ ചെയ്യുമ്പോൾ രാമുവിന്റെ അച്ഛൻ ജനിച്ച വർഷം കിട്ടുമെന്നാ പറഞ്ഞിരിക്കുന്നത്. രാമുവിന്റെ അച്ഛൻ ഏത് വർഷമാണോ ജനിച്ചത് ആ വർഷം കിട്ടുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ആണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? വേറൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്. ഇനി രാമുവിന്റെ അച്ഛൻ 20-ാം നൂറ്റാണ്ടിലാണ് ജനിച്ചതെങ്കിൽ, 20-ാം നൂറ്റാണ്ടിൽ ജനിച്ച മനുഷ്യനാണ് രാമുവിന്റെ അച്ഛൻ. അപ്പൊ 20-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം 1900-നും 2000-നും ഇടയിൽ വരുന്ന ആ ഒരു ഗ്യാപ്പാണ്. അതിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിൽ. ആ ഒരു ഗ്യാപ്പിലാണ് രാമുവിന്റെ അച്ഛൻ ജനിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോ രാമുവിന്റെ അച്ഛൻ ജനിച്ചത് 20-ാം നൂറ്റാണ്ടിലാണ്. 20-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 1900, 2000 ആ ഒരു ഗ്യാപ്പിലാണ് ആര് ജനിച്ചത്? രാമുവിന്റെ അച്ഛൻ. പോരാത്തതിന് പറഞ്ഞിട്ടുണ്ട് രാമുവിന്റെ വയസ്സിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വർഗം എടുക്കുമ്പോൾ രാമുവിന്റെ അച്ഛൻ ജനിച്ച വർഷവും കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? നമ്മുടെ ചോദ്യം എന്താണ്? എങ്കിൽ രാമുവിന്റെ വയസ്സ് എത്രന്നല്ലേ? രാമുവിന്റെ വയസ്സ് എത്രന്നാണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ തന്നിരിക്കുന്നതല്ല രാമുവിന്റെ വയസ്സായിരിക്കും. അപ്പൊ നമുക്കറിയാം രാമുവിന്റെ വയസ്സിന്റെ സ്ക്വയർ ആണ് രാമുവിന്റെ അച്ഛൻ ജനിച്ച വർഷം. ഇനി പറഞ്ഞിട്ടുണ്ട് രാമുവിന്റെ അച്ഛൻ ജനിച്ചത് 1900-നും 2000-നും ഇടയിലെന്ന് പറഞ്ഞിട്ടില്ല, 20-ാം നൂറ്റാണ്ടിലെന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ശരി. അപ്പൊ നൈസായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഓപ്ഷനായിട്ട് സ്ക്വയർ ചെയ്ത് നോക്കുക എന്നുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ രാമുവിന്റെ വയസ്സ് 43 ആണെന്ന് വെച്ചു. 43 നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 43ന്റെ സ്ക്വയർ കാണാൻ എളുപ്പ വഴികളുണ്ട് കേട്ടോ. സ്ക്വയറിന്റെ എളുപ്പ വഴികൾ കൂടെ ഞാൻ പറഞ്ഞു പോകാം. രണ്ടക്കമുള്ള സംഖ്യയുള്ള സ്ക്വയർ എങ്ങനെ പെട്ടെന്ന് കാണുന്നുള്ള കാര്യം പറഞ്ഞു നോക്കാം. നമ്മൾ ചെയ്യുന്നത് ഈ 4ന്റെ സ്ക്വയർ ഇവിടെ എഴുതും. 4ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര? 16. 3ന്റെ സ്ക്വയർ 9 എന്നറിയാം. 3ന്റെ വർഗം എന്ന് പറയുന്നത് 9 എന്ന് എഴുതരുത്. 9നെ 2 അക്കമായിട്ട് എഴുതണം. അതായത് 0.9 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? 4ന്റെ സ്ക്വയർ എഴുതി, 3ന്റെ സ്ക്വയർ 9 ആണ്. ഒറ്റ അക്കമായിട്ട് വന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ 2 അക്കമായിട്ട് അങ്ങ് പറയും. 0.9 എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ അക്കങ്ങൾ തമ്മിൽ ഗുണിക്കും. എന്നിട്ട് അതിന്റെ ഇരട്ടി എടുക്കും. അപ്പൊ ഒന്നും കൂടെ ഈ അക്കങ്ങൾ തമ്മിൽ ഗുണിക്കും, എന്നിട്ട് അതിന്റെ ഇരട്ടി എടുക്കും. 4 × 3 എന്ന് പറഞ്ഞാൽ 12. 12ന്റെ ഇരട്ടി 24. ആ 24നെ താഴെ എഴുതുമ്പോൾ തൊട്ടിപ്പുറം മുതലാണ് എഴുതേണ്ടത് 24. കുഴപ്പമില്ലല്ലോ, എല്ലാം കൂടെ കൂട്ടിയാൽ മതി. 9, 4, 8, 1 1849 കിട്ടി. ഇത് 20-ാം നൂറ്റാണ്ടാണോ? 20-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 1900-നും 2000-നും ഇടയിലുള്ള വർഷമായിരിക്കേണ്ട 20-ാം നൂറ്റാണ്ടിൽ ജനിച്ചു എന്ന് പറയുകയാണെങ്കിൽ അപ്പോഴെന്തല്ല, ഇത് 20-ാം നൂറ്റാണ്ടല്ല. അതുകൊണ്ട് രാമുവിന്റെ വയസ്സ് എന്തല്ല? 43 അല്ല. ഓക്കെ ആണോ? ഇനി 43ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 43 × 43 ചെയ്താലും മതി. എളുപ്പ വഴിയൂടെ പറയുന്നതാണ്. ഇതും കൂടെ അങ്ങ് പഠിച്ചു വെച്ചു. ഇനി അതേപോലെ 54ന്റെ സ്ക്വയർ പറഞ്ഞു നോക്കാമോ? 54. 5ന്റെ സ്ക്വയർ 25 ഞാനിവിടെ എഴുതും. 4ന്റെ സ്ക്വയർ 16 ഞാനിവിടെ എഴുതും. 5 × 4 20. 20ന്റെ ഇരട്ടി ഇവന്മാര് തമ്മിൽ കുടിച്ചിട്ട് അതിന്റെ ഇരട്ടിയാണ് താഴെ എഴുതുന്നത്. 20ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 40 അല്ലേ? 40 എഴുതി കൊടുത്തു. 6, 1, 9, 2 ആണോ? ഇതിന്റെ അയലത്ത് വല്ലതുണ്ടോ? ഇല്ല. എന്തുമല്ല, ഈ പറയുന്ന 54 അല്ല. നമുക്ക് 20-ാം നൂറ്റാണ്ടിലെ വർഷമാണ് ആവശ്യം. അടുത്തതിന്റെ സ്ക്വയർ എടുത്ത് നോക്കാം. 45ന്റെ സ്ക്വയർ കാണാൻ വേറെ എളുപ്പ വഴികളൊക്കെ ഉണ്ട്. 5ൽ അവസാനിക്കും. നമുക്ക് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കായിട്ട് തന്നെ നമ്മൾ ഇനി ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പഠിക്കും. 45ന്റെ സ്ക്വയർ അറിയാന്നുള്ളവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഇടാതെ അതെന്താണ് 4 × 5 20, 25 2025 അല്ലേ എന്നൊക്കെ തോന്നും. അത് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞ മെത്തേഡ് വെച്ചാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 45ന്റെ അല്ലേ, ആ ഒരു മെത്തേഡ് വെച്ച് ചെയ്യാൻ പറ്റും. അറിയാന്നുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് വെച്ച് ചെയ്യാണ്. 4ന്റെ സ്ക്വയർ 16 എഴുതി, 5ന്റെ സ്ക്വയർ 25 എഴുതി,
4 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 20. 20ന്റെ ഇരട്ടി 40 എഴുതി. 5 എഴുതി, 2 എഴുതി, 6 4 10 1. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2025 കിട്ടി. ഇതും അല്ല. കാരണം എന്തല്ല, 2025 എന്ന് പറഞ്ഞാൽ 20ാം നൂറ്റാണ്ട്. അറിയാതെ പോലെ അങ്ങനെ എഴുതി കളയരുത്. 20ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 1900-നും 2000-നും ഇടയിലുള്ള വർഷങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയാറ്? 20ാം നൂറ്റാണ്ട് എന്ന് പറയാം. അപ്പൊ ഇനി നമ്മളൊരു പരീക്ഷ ഹാളിലിരിക്കുമ്പോൾ ആദ്യത്തെ 3 അല്ല, നമ്മൾ എന്നങ്ങ് കറപ്പിക്കും. നാലാമത്തെ ഓപ്ഷനാണ് നമ്മൾ ഉറപ്പിക്കും. ഇനി ഒന്നും കൂടെ നമുക്കൊന്ന് കൺഫേം ചെയ്ത് നോക്കാം. 44ന്റെ വർഗം എടുത്ത് നോക്കാം. 44ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4ന്റെ സ്ക്വയർ 16 എഴുതി, 4ന്റെ സ്ക്വയർ 16 എഴുതി, 4 ഇൻറ്റു 4 16, 16ന്റെ ഇരട്ടി 32, 6 3 9 1 കിട്ടി 1936. അതായത് രാമുവിന്റെ അച്ഛൻ ജനിച്ച വർഷം എന്ന് പറഞ്ഞാൽ 1936 ആണ്. രാമുവിന്റെ പ്രായം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം 44. കാരണം രാമുവിന്റെ പ്രായത്തിന്റെ വർഗമാണ് അച്ഛന്റെ പ്രായം. പോരാഞ്ഞതിന് അച്ഛൻ ജനിച്ചത് ഏത് വർഷത്തിലാണ്, ഏത് നൂറ്റാണ്ടിലാണ്? 20ാം നൂറ്റാണ്ടിലാണ്. 1936 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 20ാം നൂറ്റാണ്ടിലെ വർഷമാണ്. 20ാം നൂറ്റാണ്ടിലെ വർഷം ഉറപ്പിക്കാം. രാമുവിന്റെ വയസ്സെന്ന് പറഞ്ഞാൽ എത്രയാണ്? 44. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ ഈ ചോദ്യം ചെയ്യാനല്ല പഠിച്ചത്. തത്വത്തിൽ നമ്മൾ ചെറിയ രീതിയിൽ 2 അക്ക സംഖ്യകളുടെ സ്ക്വയർ കാണാനും കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ക്വയർ കാണാനുള്ള മെത്തേഡിലൂടെ പഠിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നും പറ്റാത്തവർക്ക് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 43 ഇൻറ്റു 43 ചെയ്ത് നോക്കേണ്ടി വരും. 54 ഇൻറ്റു 54 ചെയ്ത് നോക്കേണ്ടി വരും. 45 ഇൻറ്റു 45 ചെയ്യേണ്ടി വരും. എന്തായാലും ഉറപ്പായിട്ട് നമ്മൾ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞ ടോപ്പിക് വൈസ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിടും, നമ്മുടെ ചാനലിൽ ചെയ്തിടും. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ അല്ലേ? ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി. അടുത്ത ചോദ്യം. ശരി, അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. 3 വർഷം മുമ്പ് രാജന്റെ വയസ്സ് എക്സ് ആയിരുന്നു. എന്നാൽ 12 വർഷം കഴിയുമ്പോൾ രാജന്റെ വയസ്സ് എത്രയായിരിക്കും? അപ്പൊ ഒന്നും കൂടെ, 3 വർഷം മുമ്പ് രാജന്റെ വയസ്സ് എക്സ് ആയിരുന്നു. 3 വർഷത്തിന് മുമ്പ് രാജന്റെ വയസ്സ് എക്സ് ആയിരുന്നു. എന്നാൽ 12 വർഷം കഴിയുമ്പോൾ രാജന്റെ വയസ്സ് എത്രയായിരിക്കും? 12 വർഷം കഴിയുമ്പോൾ രാജന്റെ വയസ്സ് എത്രയെന്നാണ്. ശരി, നൈസായിട്ട് ഒന്ന് ആലോചിച്ചു. 3 വർഷത്തിന് മുമ്പേ ഈ പറഞ്ഞ രാജന്റെ വയസ്സ് എക്സ് ആണ്. അപ്പൊ ഒന്നും കൂടെ, 3 വർഷത്തിന് മുമ്പേ രാജന്റെ വയസ്സ് എക്സ് ആണ്. 3 വർഷത്തിന് മുമ്പേ രാജന്റെ വയസ്സ് എക്സ് ആണ്. എങ്കിൽ ഇപ്പോഴത്തെ വയസ്സ് പറ. ഇപ്പൊ രാജന്റെ വയസ്സ് എത്രയായിരിക്കും? ഒരു 3 കൂടെ കൂട്ടിയാൽ പോരെ? എക്സ് പ്ലസ് 3 എന്നായിരിക്കും. ഓക്കെ ആണോ? അപ്പൊ ഒന്നും കൂടെ, 3 വർഷത്തിന് മുമ്പേ രാജന്റെ വയസ്സ് എക്സ് എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അല്ലെ? എക്സ് ഒക്കെ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ 3 വർഷത്തിന് മുമ്പേ രാജന്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. 3 വർഷത്തിന് മുമ്പേ എക്സ് ആണെങ്കിൽ ഇന്നത്തെ പ്രായം പറ. ഇപ്പോഴത്തെ പ്രായം എന്ന് പറഞ്ഞാൽ ഒരു 3 കൂടെ കൂട്ടിയാൽ പോരെ? എക്സ് പ്ലസ് 3 ആയിരിക്കും. ഓക്കെ ആണോ? അപ്പൊ ഒന്നുകൂടെ, 3 വർഷത്തിന് മുമ്പേയുള്ള പ്രായം എക്സ് എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രായം എന്ന് പറഞ്ഞാൽ ഒരു 3 കൂടെ കൂട്ടി പറഞ്ഞാൽ മതി. എക്സ് പ്ലസ് 3 ആയിരിക്കും. അത് ഇപ്പോഴത്തെ പ്രായമാണ്. നമ്മുടെ ചോദ്യം എന്താണ്? എങ്കിൽ 12 വർഷം കഴിയുമ്പോൾ രാജന്റെ വയസ്സ് എത്ര എന്നാണ്? 12 വർഷം കഴിയുമ്പോൾ രാജന്റെ വയസ്സ് എത്ര എന്നാണ്? ഇപ്പോൾ ഉള്ള പ്രായം എക്സ് പ്ലസ് 3. 12 വർഷം കഴിയുമ്പോഴുള്ള പ്രായം, ഇതിന്റെ അവിടെ ഒരു 12 കൂടെ കൂട്ടിയാൽ മതി. ഓക്കെ ആണോ? അപ്പോ ഇപ്പോൾ ഉള്ള പ്രായം എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 3 ആണ് അല്ലെ? 3 വർഷത്തിന് മുമ്പേ എക്സ്, അപ്പൊ ഇപ്പോൾ ഉള്ള പ്രായം എക്സ് പ്ലസ് 3. അപ്പൊ ഒരു 12 വർഷം കൂടെ കഴിയുമ്പോഴുള്ള പ്രായം കാണാൻ എന്ത് ചെയ്താൽ മതി? ഒരു 12 കൂടെ കൂട്ടിയാൽ മതി. ഇനി പറ, ഈ 3ഉം 12ഉം കൂടെ ചേരുമ്പോ എക്സ് പ്ലസ് 15 എന്ന് പറഞ്ഞിട്ട് എക്സ് പ്ലസ് 15 ആൻസർ ആയി. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ, എക്സ് പ്ലസ് 15. നൈസായിട്ട് ചെയ്തു വരാൻ പറ്റിയല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം. ശരി, ചോദ്യം ഇങ്ങനെയാണ്. അനുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് 3 വർഷത്തിന് ശേഷമുള്ള വയസ്സിന്റെയും 3 വർഷത്തിന് മുമ്പുള്ള വയസ്സിന്റെയും വ്യത്യാസത്തിന്റെ 3 മടങ്ങാണ്. എങ്കിൽ അനുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയെന്നാണ് ചോദ്യം. അപ്പൊ ഒന്നും കൂടെ നന്നായിട്ട് മനസ്സിലാക്കണേ. അനുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ 3 വർഷത്തിന് മുമ്പുള്ള വയസ്സിന്റെയും 3 വർഷത്തിന് ശേഷമുള്ള വയസ്സിന്റെയും വ്യത്യാസത്തിന്റെ 3 മടങ്ങ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒന്നും കൂടെ, അനുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ 3 വർഷത്തിന് മുമ്പുള്ള വയസ്സിന്റെയും 3 വർഷത്തിന് ശേഷമുള്ള വയസ്സിന്റെയും വ്യത്യാസം. ഒന്നും കൂടെ, അനുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ 3 വർഷത്തിന് മുമ്പുള്ള വയസ്സിന്റെയും 3 വർഷത്തിന് ശേഷമുള്ള വയസ്സിന്റെയും വ്യത്യാസത്തിന്റെ 3 മടങ്ങ്. എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഒരാൾക്ക് ഒരു പ്രായമുണ്ട്.
അതിന് 3 വർഷത്തിന് മുമ്പേ ഉള്ള വയസ്സും 3 വർഷത്തിന് ശേഷമുള്ള വയസ്സും തമ്മിലുള്ള വ്യത്യാസം ഇങ്ങോട്ടുള്ള മൂന്നും കൂടെ ചേർത്ത് ടോട്ടൽ 6 വർഷത്തെ ഗ്യാപ്പില്. അപ്പൊ ഒന്നും കൂടെ 3 വർഷത്തിന് മുമ്പേ ഉള്ള വയസ്സിന്റെയും 3 വർഷത്തിന് ശേഷമുള്ള വയസ്സിന്റെയും 3 വർഷത്തിന് മുമ്പേ ഉള്ള വയസ്സിന്റെയും 3 വർഷത്തിന് ശേഷമുള്ള വയസ്സിന്റെയും വ്യത്യാസം, അതായത് ടോട്ടൽ എത്രയാണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ 6. ആ വ്യത്യാസത്തിന്റെ 3 മടങ്ങ്, 6ന്റെ 3 മടങ്ങ് കിട്ടി നമ്മുടെ ആൻസർ 18. ആലോചിക്കാൻ പറ്റണമെന്നോ? അപ്പൊ ഒന്നും കൂടെ നന്നായിട്ട് മനസ്സിലാക്കണേ. ഒരാളുടെ 3 വർഷത്തിന് മുമ്പേ ഉള്ള വയസ്സും 3 വർഷത്തിന് ശേഷമുള്ള വയസ്സും 3 വർഷത്തിന് മുമ്പേ ഉള്ള വയസ്സും 3 വർഷത്തിന് ശേഷമുള്ള വയസ്സും തമ്മിലുള്ള വ്യത്യാസം അല്ലെ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 15 വയസ്സ് എന്ന് പറയും. 3 വർഷത്തിന് മുമ്പേ ഉള്ള വയസ്സ് എന്ന് പറഞ്ഞാൽ 12. ഇനി 3 വർഷത്തിന് ശേഷമുള്ള വയസ്സ് എന്ന് പറഞ്ഞാൽ 18. ഈ 18 12 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 6 വർഷത്തെ ഗ്യാപ്പില്ലേ. അപ്പൊ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കണേ. അനുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് അതവിടെ നോട്ടെ. 3 വർഷത്തിന് ശേഷമുള്ള വയസ്സ്, 3 വർഷത്തിന് മുമ്പേ ഉള്ള വയസ്സ്, 3 വർഷത്തിന് ശേഷമുള്ള വയസ്സ്, 3 വർഷത്തിന് മുമ്പേ ഉള്ള വയസ്സ്, ഇത് തമ്മിലുള്ള ഗ്യാപ്പ്, ഇത് തമ്മിലുള്ള 3 വർഷത്തിന് മുമ്പേ 3 വർഷത്തിന് ശേഷം ടോട്ടൽ 6 വർഷത്തെ ഗ്യാപ്പില്. അതായത് ഈ വ്യത്യാസത്തിന്റെ 3 മടങ്ങ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ആ വ്യത്യാസത്തിന്റെ 3 മടങ്ങ്, അതായത് വ്യത്യാസമായ 6ന്റെ 3 മടങ്ങ് നമുക്ക് കിട്ടി 18. ഓപ്ഷൻ ബി 18. ഓക്കെ ആണോ? ഇതിനകത്ത് നമ്മൾ എക്സ് എന്നൊക്കെ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് നമ്മൾ മുമ്പേയുള്ള ടൈപ്പുകളൊക്കെ പഠിച്ചാണ്. നമ്മുടെ 2ാമത്തെ ടൈപ്പിൽ നമ്മൾ പഠിച്ചാണ് അല്ലെ. 5 വർഷത്തിന് മുമ്പേ ഉള്ളത്, 5 വർഷത്തിന് ശേഷം എന്നൊക്കെ പറയുമ്പോൾ വർഷങ്ങളുടെ ഗ്യാപ്പ് ടോട്ടൽ 10 വരും എന്നൊക്കെ പഠിച്ചു. അതേപോലെ 3 വർഷത്തിന് മുമ്പേ ഉള്ള പ്രായം 3 വർഷത്തിന് ശേഷമുള്ള പ്രായം തമ്മിലുള്ള വ്യത്യാസം ടോട്ടൽ 6 ആണ്. അതിന്റെ 3 മടങ്ങ് കഴിയും. 6ന്റെ 3 മടങ്ങ് 18. നമ്മുടെ ആൻസർ 18. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്. രാജന് മനോജിനേക്കാൾ 5 വയസ്സ് കൂടുതലും സുരേഷിനേക്കാൾ 4 വയസ്സ് കുറവുമാണ്. അവരുടെ വയസ്സിന്റെ തുക 38 ആയാൽ രാജന്റെ വയസ്സ് എത്ര എന്നാണ്? അവരുടെ വയസ്സുകളുടെ തുക 38 ആണെങ്കിൽ രാജന്റെ വയസ്സ് എത്ര എന്നാണ്? ശരി, ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ വെച്ച് പിടിക്കാൻ പറ്റും. ഞാൻ ആദ്യം എക്സ് വെച്ച് പറയാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്ഷൻ വെച്ച് നോക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് രാജന് മനോജിനെക്കാട്ടിലും 5 വയസ്സ് കൂടുതൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്നും കൂടെ, രാജന് മനോജിനെക്കാട്ടിലും 5 വയസ്സ് കൂടുതൽ. ഒന്നും കൂടെ, രാജന് മനോജിനെക്കാട്ടിലും 5 വയസ്സ് കൂടുതൽ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനി തിരിച്ചു പറ. അപ്പൊ മനോജിന് രാജനെക്കാട്ടിലും 5 വയസ്സ് കുറവല്ലേ? അപ്പൊ ഒന്നും കൂടെ, രാജന് മനോജിനെക്കാട്ടിലും 5 വയസ്സ് കൂടുതൽ എന്നാ പറഞ്ഞിരിക്കുന്നത്. രാജന് മനോജിനെക്കാട്ടിലും 5 വയസ്സ് കൂടുതൽ എന്നാ പറഞ്ഞത്. അപ്പോ തിരിച്ചു പറയുമ്പോൾ ഈ പറഞ്ഞ മനോജിന് രാജനെക്കാട്ടിലും 5 വയസ്സ് കുറവായിരിക്കത്തില്ലേ? ഒന്ന് നന്നായിട്ട് ആലോചിച്ചു അല്ലെ? അപ്പോ ഞാനിവിടെ രാജന്റെ പ്രായത്തിനെ ഞാൻ എക്സ് എന്ന് പറഞ്ഞെടുത്തു. അങ്ങനെയാണെങ്കിൽ മനോജിന്റെ പ്രായം രാജനെക്കാട്ടിലും 5 വയസ്സ് കുറവല്ലേ? എക്സ് മൈനസ് 5 എന്ന് പറയാം. ഒന്നും കൂടെ, നമ്മളെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് രാജൻ 5 വയസ്സ് കൂടുതൽ എന്നാണ്. ഞാൻ തിരിച്ചു പറഞ്ഞു, മനോജിന് രാജനെക്കാട്ടിലും 5 വയസ്സ് കുറവെന്നാ പറഞ്ഞു. ഓക്കെ ആണോ? 2 രീതിയിലും പറയാമല്ലോ. അപ്പൊ ഒന്നും കൂടെ, ചോദ്യം അനുസരിച്ച് രാജന് മനോജിനെക്കാട്ടിലും 5 വയസ്സ് കൂടുതൽ എന്നാണ്. തിരിച്ചും പറയാം, മനോജിന് രാജനെക്കാട്ടിലും 5 വയസ്സ് കുറവായിരുന്നു. ഓക്കെ അല്ലേ? ഇനി രാജന് മനോജിനേക്കാൾ 5 വയസ്സ് കൂടുതലും സുരേഷിനേക്കാൾ 4 വയസ്സ് കുറവും എന്നാ പറഞ്ഞിരിക്കുന്നത്. സുരേഷിനെക്കാട്ടിലും 4 വയസ്സ് കുറവായിരിക്കും രാജന്റെ പ്രായം. ഓക്കെ ആണോ? അതായത് സുരേഷിന്റെ പ്രായം എന്ന് പറഞ്ഞാൽ രാജനെക്കാട്ടിലും 4 വയസ്സ് കൂടുതലായിരിക്കും. അപ്പൊ ഒന്നും കൂടെ നന്നായിട്ട് ആലോചിച്ച് നോക്കണേ. രാജന് മനോജിനെക്കാട്ടിലും 5 വയസ്സ് കൂടുതലും സുരേഷിനെക്കാട്ടിലും 4 വയസ്സ് കുറവെന്നാണ്. ഈ രാജന് 4 വയസ്സ് കുറവെന്നാണ്, സുരേഷിനെക്കാട്ടിലും 4 വയസ്സ് കുറവെന്നാണ്. അതായത് സുരേഷിന്റെ പ്രായം എന്ന് പറഞ്ഞാൽ രാജനെക്കാട്ടിലും 4 വയസ്സ് കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് പറയാം, സുരേഷിന്റെ പ്രായം എന്ന് പറഞ്ഞാൽ x+4 ആയിരിക്കും. അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന രാജനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. രാജന് മനോജിനെക്കാട്ടിലും 5 വയസ്സ് കൂടുതൽ, സുരേഷിനെക്കാട്ടിലും 4 വയസ്സ് കുറവായിരിക്കും. ഞാനൊന്ന് മാറ്റി എഴുതി. രാജന്റെ പ്രായത്തിന് എക്സ് എന്ന് പറഞ്ഞെടുത്തു. അപ്പോ ഈ പറയുന്ന മനോജ് എന്ന് പറഞ്ഞാൽ അല്ലെ, രാജന് മനോജിനെക്കാട്ടിലും 5 വയസ്സ് കൂടുതലാണ്. അപ്പൊ മനോജ് എന്ന് പറഞ്ഞാൽ രാജനെക്കാട്ടിലും 5 വയസ്സ് കുറവായിരിക്കും. ഇനി ഇതേ രാജന് സുരേഷിനെക്കാട്ടിലും 4 വയസ്സ് കുറവെന്നാണ്. അപ്പൊ സുരേഷ് എന്ന് പറഞ്ഞാൽ രാജനെക്കാട്ടിലും 4 വയസ്സ് കൂടുതലായിരിക്കും. ആണേ. ഇനി ഇതെല്ലാം കൂടെ കൂട്ടം എത്ര കിട്ടുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അവരുടെ വയസ്സിന്റെ തുക 38 ആയാൽ രാജന്റെ വയസ്സ് എത്രാന്നല്ലേ? അപ്പൊ ഇവരുടെ വയസ്സുള്ള തുക എല്ലാം കൂടെ കൂട്ടി നോക്കുക. x - 5 പ്ലസ്
എക്സ് പ്ലസ് 4 കൂട്ടുമ്പോൾ എത്ര കിട്ടും എന്ന് പറഞ്ഞു 38. എത്ര എക്സ് ഉണ്ട്? 1 2 3. അതായത് 3x -5 പ്ലസ് 4 കൂടെ ചേരുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം -1 ഈക്വൽ ടു 38. 3x ഈ -1 അപ്പുറത്ത് പോകുമ്പോ ഈക്വൽ ടു 38 പ്ലസ് 1 ആയിട്ട് മാറും. വീണ്ടും 3x ഈക്വൽ ടു 39. എക്സ് ഈക്വൽ ടു ഈ 3 താഴെ വരുമ്പോ 39/3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 13 എന്ന് പറയുന്നത്. അതായത് രാജന്റെ വയസ്സ് എത്ര എന്നല്ലേ? രാജന്റെ വയസ്സ് നമുക്ക് പറയാം 13 എന്ന് പറയാം. 13 എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇനി ഇതേ ചോദ്യം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ വെച്ച് നമുക്ക് ചെയ്ത് പിടിക്കാൻ പറ്റും അല്ലെ? നമുക്ക് കിട്ടി ഈ പറഞ്ഞ രാജന്റെ വയസ്സ് എന്ന് പറഞ്ഞെങ്കിൽ എത്ര എന്ന് പറഞ്ഞ് കിട്ടി? 13 എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻ വെച്ച് ചെയ്ത് പിടിക്കാം. ഞാൻ 10 16 പറയുന്നില്ല, തൽക്കാലം ഓപ്ഷൻ 13 ആണെന്ന് വെച്ചു. 13 ആണെന്ന് വെച്ചു. രാജന്റെ വയസ്സ് 13 ആണെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? രാജന് മനോജിനെക്കാളും 5 വയസ്സ് കൂടുതൽ എന്നല്ലേ? മനോജിന്റെ വയസ്സ് 5 വയസ്സ് കുറവായിരിക്കും. അതായത് മനോജിന്റെ വയസ്സ് 5 കുറവ് എന്ന് പറയുമ്പോൾ 8 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി രാജന്റെ വയസ്സ് മനോജിനേക്കാൾ 5 വയസ്സ് കൂടുതലും സുരേഷിനേക്കാൾ 4 വയസ്സ് കുറവുമായിരിക്കും എന്ന് പറഞ്ഞാൽ സുരേഷിനും രാജനേക്കാളും 4 വയസ്സ് കൂടുതൽ. എത്ര എന്ന് പറയാം? 17 എന്ന് പറയാം. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണോ നോക്കിയാൽ മതി. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന 38 കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാണ് നമുക്ക് കിട്ടും അല്ലെ? 17 13 30 8 നമുക്ക് എത്രാന്ന് കിട്ടും? 38 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ നേരായ രീതിയും പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ വെച്ച് ഇനി നമുക്ക് വേണമെങ്കിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. രാജന്റെ വയസ്സ് 10 ആയിട്ട് എടുക്കാം. 10 ആണെങ്കിൽ ഇതിനെക്കാട്ടും 5 കുറവായിരിക്കും അല്ലെ? ഈ പറയുന്ന രാജൻ മനോജിന്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ അതിനെക്കാളും 5 കുറവായിരിക്കും. 5 എന്ന് പറഞ്ഞെടുക്കും. പക്ഷെ നമുക്ക് കൂട്ടി നോക്കുമ്പോൾ എന്ത് കിട്ടത്തില്ല? 38 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടത്തില്ല. ഓക്കെ അല്ലേ? അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഇതേപോലെ നമ്മൾ കൺസെപ്റ്റ് വെച്ചത് അത്യാവശ്യം നന്നായിട്ട് മനസ്സിലാക്കണം. കൺസെപ്റ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലോട്ട് എത്താൻ പറ്റും. അപ്പൊ നമ്മുടെ വയസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ അവസാനത്തെ ക്ലാസ് ആയിരുന്നു ഇത്. നമ്മൾ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും പാർട്ട് നല്ല വ്യക്തമായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്നത്തെ 4ാമത്തെ പാർട്ടാണ്. ഈ 4 പാർട്ട് ഉൾപ്പെടുന്നതാണ് പ്രോബ്ലംസ് ഓൺ ഏജസ് അല്ലെങ്കിൽ വയസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 4 പാർട്ടുകൾ നിങ്ങൾക്ക് നല്ല വ്യക്തമായി മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോ നമുക്ക് ഇനിയുള്ള പരീക്ഷകൾക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ നല്ല ചോദ്യങ്ങൾ വരുമായിരിക്കും അല്ലേ? അപ്പൊ ഇനി വരുന്ന ചോദ്യങ്ങൾ ഇനിയുള്ള പരീക്ഷകൾക്ക് വരുന്ന നല്ല നല്ല ചോദ്യങ്ങളും കൂടെ ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഏജുമായിട്ട് ബന്ധപ്പെട്ട് കുറെ വേറെ മോഡൽസ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വേറെ ടൈപ്പായിട്ട് നമുക്ക് പഠിക്കാം. എങ്കിലും വയസ്സുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു. വയസ്സുമായിട്ട് ബന്ധപ്പെട്ട PSC പരീക്ഷകൾക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ 4 ക്ലാസ്സുകളും നിങ്ങൾ ഉറപ്പായിട്ടും ഈ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം അല്ലെങ്കിൽ ടൈപ്പ് വൈസ് തന്നെ അല്ലെങ്കിൽ പാർട്ട് വൈസ് തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും ചോദ്യങ്ങൾ എഴുതി നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഉറപ്പായിട്ടും നിങ്ങളെ ബുക്കുകളിൽ നിങ്ങൾ തന്നെ പേന കൊണ്ട് എഴുതി ഇത്രയും ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുള്ളൂ. ഇവിടെ ഞാൻ ബോർഡിൽ ഞാൻ എഴുതി പറഞ്ഞു തരുന്നു. ഉറപ്പായിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ പേന കൊണ്ട് നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ പറഞ്ഞ ക്ലാസ്സുകളുടെ നോട്ട് പ്രിപ്പയർ ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ചെറിയ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അങ്ങനെയുള്ള കാര്യങ്ങളായി ഇതുവരെ നമ്മൾ ചെയ്തു വന്നത്. അപ്പോൾ ഒരു ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുന്നത് വയസ്സുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. ഇനി അങ്ങോട്ട് നമ്മൾ എല്ലാ ടോപ്പിക്കുകളും ഒരു അരുവേന്ന് ടോപ്പിക്കായിട്ട് ക്ലിയർ ചെയ്ത് പോകും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ അതെല്ലാം കാണണം. ഇനി ഈ പറഞ്ഞ ക്ലാസ്സുകൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് ഇതുവരെയുള്ള ക്ലാസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഈ ക്ലാസ്സുകളെല്ലാം വേറെയും ആൾക്കാർക്ക് പ്രയോജനം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യാം? ഈ പറയുന്ന ക്ലാസ്സുകൾ ബാക്കിയുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്ന് മറക്കരുതേ. അപ്പോ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ മാത്രം ബാക്കിയുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ജസ്റ്റ് നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും എത്രയും വേഗം ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.